ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE ഫിസിക്സിലെ ഹ്യൂമൺ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ മൊത്തം കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, ദീസ് ആർ ദി ടോപ്പിക്സ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, our first topic is പാർട്സ് ഓഫ് ഐ ആൻഡ് ദർ ഫങ്ഷൻസ്. നമുക്ക് ഹ്യൂമൺ ഐയുടെ സ്ട്രക്ചർ പഠിക്കണം, വരച്ച് പഠിക്കണം. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ്, ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, ദെൻ ഹൗ വി സീ ഒബ്ജക്ട്സ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അക്കോമഡേഷൻ ഓഫ് ഹ്യൂമൺ ഐ. അക്കോമഡേഷൻ ഓഫ് ഹ്യൂമൺ ഐ. Okay, then defects of vision and their correction. We had to study different types of defects like myopia, hypermetropia, then presbyopia, cataract, etc. Okay, then refraction of light through a prism. Okay, through a prism. Then dispersion of white light and formation of rainbow. It is an important phenomenon, dispersion of light. Okay, then atmospheric refraction and related phenomena. നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. Then scattering of light and related phenomena. ലൈറ്റിൻ്റെ സ്കാറ്ററിങ്. അപ്പോൾ നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 2 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഹ്യൂമൺ ഐയിൽ ലൈറ്റിൻ്റെ 2 ഫിനോമിന കൂടി നമ്മൾ പഠിക്കുകയാണ്. ദെൻ ദാറ്റ് ഈസ് dispersion and scattering. Okay, our first topic is structure of human eye. Okay, as we know, human eye is a sense organ which enable us to see things, right? And it is located in the sockets of our skull, and the diameter of our human eye is around 2.3 centimeter. Diameter is around 2.3 centimeter. So ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ വരച്ച് പഠിക്കേണ്ടത് നമ്മൾ ഈ സൈഡ് വ്യൂ ആണ്. ഓക്കെ, എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം, സൈഡ് വ്യൂ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ച് പഠിക്കണം വിത്ത് പാർട്സ്. നമ്മൾ ഓരോ പാർട്സും അത് മെൻഷൻ ചെയ്യണം. അതിന് മാത്രമല്ല, ഈ പാർട്സിൻ്റെ ഫങ്ഷൻ കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, നമുക്ക് സൈഡ് വ്യൂ ഒന്ന് നോക്കാം. കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ. ഓക്കെ, നമ്മൾ എക്സാമിന് വരക്കേണ്ടത് നമ്മൾ കണ്ണിൻ്റെ ഷേപ്പ്, ഓവൽ ഷേപ്പ് ആണല്ലോ നമ്മൾ വരക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഓരോ പാർട്സ് മെൻഷൻ ചെയ്യണം. ദിസ് ഈസ് അവർ ക്രിസ്റ്റലൈൻ ലെൻസ്. It is a jelly type material. This is our crystalline lens, and it is fixed on a certain type of muscles. And these muscles are called ciliary muscles. ഇവിടെ കാണാൻ പറ്റും, these muscles moves eye. ആ മസിൽസിനാണ് നമ്മൾ പറയുന്നത് ciliary muscles. Okay, and the front part of our eye is called cornea. It is a thin membrane which is the outer part of human eye. നമ്മുടെ ഹ്യൂമൻ ഐയുടെ ഔട്ടർ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് കോർണിയ. ഇറ്റ് ഇസ് ഒരു തിൻ മെമ്പറൈൻ ആണ്. ഓക്കെ, ആൻഡ് യു ക്യാൻ സി എ സ്ട്രക്ചർ കോൾഡ് ഐറിസ് ബിഹൈൻഡ് ദി കോർണിയ. കോർണിയക്ക് പുറകിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കാണാം, അതിൻ്റെ പേര് ഐറിസ് ആണ്. ഓക്കെ, ആൻഡ് ദി നാരോ ഓപ്പണിംഗ് ഓഫ് ദി ഹ്യൂമൻ ഐ ഇസ് കോൾഡ് പ്യൂപ്പിൾ. ഈ നാരോ ഓപ്പണിംഗ് ആണ്, നമ്മളെ കണ്ണിലേക്കുള്ള ഈ നാരോ ഓപ്പണിങ്ങിനാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദർ ഈസ് എ ഫ്ലൂയിഡ് ബിറ്റ്വീൻ അവർ ഐലൻഡ്സ് ആൻഡ് കോർണിയ. നമ്മൾ കോർണിയക്കും ഐലൻഡ്സിനും അടുക്ക് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് അക്വസ് ഹ്യൂമർ. ഓക്കെ, പ്രധാനപ്പെട്ട പാർട്സ്. ആൻഡ് ദർ ഈസ് എ സ്പോട്ട് വിച്ച് ഈസ് കോൾഡ് ബ്ലൈൻഡ് സ്പോട്ട്, because there is no vision when light strikes on that spot. ആ സ്പോട്ടിൽ ലൈറ്റ് റേസ് വന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷൻ പോസിബിൾ ആവില്ല. അപ്പോൾ ആ സ്പോട്ടിനാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് റെറ്റിന. ഈ റെറ്റിനയാണ് നമ്മുടെ കണ്ണിൻ്റെ സ്ക്രീൻ. ലൈറ്റ് സെൻസിറ്റീവ്
സ്ക്രീൻ. ആ റെറ്റിനയിൽ ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒബ്ജക്റ്റിന് വിസിബിൾ ആകുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി ഒപ്റ്റിക് നെർവ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ബ്രെയിൻ. ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നെർവാണ് ഒപ്റ്റിക് നെർവ്. നമ്മുടെ ഇലക്ട്രിക്കൽ പൾസസ് ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നത് ഈ ഒപ്റ്റിക് നെർവ് വഴിയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് വരുന്നത് കോർണിയ. ഫസ്റ്റ് പാർട്ട് കോർണിയ, ഔട്ടർ മെംബ്രെയിൻ ആണ്. സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഐറിസ് ആണ് നമ്മൾ സെക്കൻഡായിട്ട് പഠിക്കേണ്ടത്. ദെൻ അക്വസ് ഹ്യൂമർ, ദെൻ പ്യൂപ്പിൾ, ദെൻ ക്രിസ്റ്റലൈൻ ലെൻസ്, then ciliary muscles. Okay, then retina, then blind spot, optic nerve, and between this lens and retina you can find another fluid called vitreous humor. Between our eyelids and retina. സോ ഇത്രയും പാർട്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, വരക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. എക്സാമിന് സ്ട്രക്ചർ ഓഫ് ഐ വരക്കാൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ വരക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളൂ. സ്ട്രക്ചർ ഓഫ് ഐ വിത്ത് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഓക്കെ, അപ്പോൾ വരക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം ഫ്രണ്ട് ഒരു ഔട്ടറിലൊരു ബൾജിങ് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്പെറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ വരക്കുക. ഓക്കെ ആണല്ലോ. 2 ലെയറായിട്ട് വരക്കുന്നതാണ് നല്ലത്. Okay, then crystalline lens is fixed on a certain type of muscles. എക്സാമിന് നിങ്ങൾ ഈ മോഡലിൽ വരച്ചാൽ മതി. And a structure called iris, then important part retina. നമുക്ക് പാർട്സ് നോക്കാം. ഫസ്റ്റ് പാർട്ട് നമ്മുടെ വരുന്നത് കോർണിയ, തിൻ മെംബ്രെയിൻ കോർണിയ. ഓക്കെ ആണല്ലോ. ഇതാണ്, ദിസ് ഈസ് കോർണിയ. ദെൻ ഐറിസ്. ഫസ്റ്റ് പാർട്ട് കോർണിയ, സെക്കൻഡ് പാർട്ട് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഐറിസ്. ദെൻ ദിസ് ഈസ് അവർ ക്രിസ്റ്റലൈൻ ലെൻസ്. And there is a fluid behind this cornea and crystalline lens which is called aqueous humor. Okay, and the narrow opening is called pupil. This is pupil, narrow opening. It's called pupil. Okay, and retina. Then optic nerve, then these two muscles which is called ciliary muscles. And the fluid between this crystalline lens and retina which is called vitreous humor. ഇത്രയും പാർട്സാണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് നിർബന്ധമായിട്ട്. ഇതിൽ ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷനും പഠിക്കണം. ഓക്കെ, ഇനി ഓരോ പാർട്ടിൻ്റെയും ഫംഗ്ഷൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കോർണിയ. Cornea is a transparent membrane on the front portion of the eyeball. Portion of the eyeball, and most of the refraction takes place at cornea. ഈ കോർണിയയിൽ വെച്ചിട്ടാണ് ലൈറ്റിന്റെ റിഫ്രാക്ഷൻ നടക്കുന്നത്. മീഡിയം ചേഞ്ച് ചെയ്യുന്നതാണല്ലോ. Most of the refraction takes place at cornea, and function light enters the eye. നമ്മളെ കണ്ണിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് കോർണിയ വഴിയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പാർട്ട് ഐറിസ്. It is an
ഒപ്പെക് സർക്കുലർ ഡയഫ്രം ഓൺ ദി ഫ്രണ്ട് പാർട്ട് ഓഫ് ഐ. നമ്മൾ കണ്ണിലെ ഫ്രണ്ട് പാർട്ടിലുള്ള ഒപ്പെക് സർക്കുലർ ഡയഫ്രം ആണ് എന്ത്? ഐറിസ്. അതിന്റെ ഫംഗ്ഷൻ ഇറ്റ് കൺട്രോൾസ് ദി സൈസ് ഓഫ് പ്യൂപ്പിൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഐറിസ് കൺട്രോൾസ് ദി സൈസ് ഓഫ് പ്യൂപ്പിൾ. പ്യൂപ്പിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യുന്നത് ഐറിസ് ആണ്. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് പ്യൂപ്പിൾ? വാട്ട് ഇസ് പ്യൂപ്പിൾ? പ്യൂപ്പിൾ ഈസ് എ സ്മോൾ സെൻട്രൽ ഹോൾ ഇൻ ദ ഐറിസ്. ഐറിസിനുള്ള ഫ്രണ്ട് സെൻട്രൽ ഹോളാണ്, കണ്ണിലേക്ക് വരുന്ന ഫ്രണ്ടിൽ ഭാഗത്തുള്ള ഹോൾ ആണ്, ഹോൾ പാർട്ടാണ് എന്ത്? ഐറിസ്. ഐറിസിന്റെ ഫംഗ്ഷൻ ആണ് ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ഇൻ ദ ഐ. നമ്മൾ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിന്റെ എമൗണ്ടും അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഐറിസ് ആണ്. ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ്. നമ്മളെ കണ്ണിൽ വരുന്ന ലൈറ്റിന്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ദെൻ വിട്രസ് ഹ്യൂമർ. വിട്രസ് ഹ്യൂമർ ഉണ്ട്, അക്വസ് ഹ്യൂമർ ഉണ്ട്. ഓക്കെ, വിട്രസ് ഹ്യൂമർ ഇസ് എ ജെലി ലൈക്ക് ഫ്ലൂയിഡ് ബിറ്റ്വീൻ റെറ്റിന ആൻഡ് ഐലൻസ്. ഞാൻ പറഞ്ഞിരുന്നു, റെറ്റിനക്കും ഐലൻസിനും ഇടക്കാണ് വിട്രസ് ഹ്യൂമർ ഉണ്ടാവുക. കോർണിയക്കും ഐലൻസിനും ഇടക്കാണ് എന്തുണ്ടാവുക? അക്വസ് ഹ്യൂമർ ഉണ്ടാവുക. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഷേപ്പ് ഓഫ് ദി ഐ. ഈ വിട്രസ് ഹ്യൂമർ ആണ് നമ്മളെ കണ്ണിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓവറോൾ ഹൈ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിട്രസ് ഹ്യൂമർ ആണ്. ജസ്റ്റ് ഓർമ്മിച്ച് നോക്കണേ. ഓക്കെ, ദെൻ ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് ഈസ് എ നെർവ് വിച്ച് കണക്ട്സ് ഐ ആൻഡ് ബ്രെയിൻ. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഇലക്ട്രിക്കൽ പൾസസ് ഈ ഒപ്റ്റിക് നെർവ് വഴിയാണ് ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു. ആൻഡ് ഇറ്റ് ക്യാരീസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ടു ദ ബ്രെയിൻ. ഇറ്റ് ക്യാരീസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ടു ദി ബ്രെയിൻ. ഓക്കെ, then ciliary muscles. Ciliary muscles are the small muscles that permits the lens to change its shape in order to focus near or distant objects. അത് നമ്മളെ കണ്ണിലുള്ള ക്രിസ്റ്റലൈൻ ലെൻസിലെ ഈ ക്രിസ്റ്റലൈൻ ലെൻസിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സിലറി മസിൽസിലാണ്. ഈ സിലറി മസിൽസിന്റെ പ്രത്യേകിച്ച് ഇറ്റ് ക്യാൻ ഇലോങ്ങേറ്റ് ആൻഡ് കോൺട്രാക്ട്. സോ ദ കർവേച്ചർ ഓഫ് അവർ ക്രിസ്റ്റലൈൻ ലെൻസ് ചേഞ്ചസ്. അല്ലെ, നമ്മൾ ഈ സിലറി മസിൽസ് ഫിക്സ് ചെയ്ത് ഐലൻസ് ഫിക്സ് ചെയ്തിരിക്കുന്ന സില്ലറി മസിൽസിലല്ലേ, ഈ സില്ലറി മസിൽസ് ഇലോങ്ങേറ്റ് ചെയ്യും കോൺട്രാക്ട് ചെയ്യും ചെയ്യുമ്പോൾ നമ്മൾ ലെൻസിന്റെ ക്രിസ്റ്റലൈൻ ലെൻസിന്റെ കർവേച്ചർ മാറും. സോ യു ക്യാൻ ഫോക്കസ് ഡിസ്റ്റന്റ് ആൻഡ് നിയർ ബൈ ഒബ്ജക്ട്സ്. അങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റന്റും നിയർ ബൈ ഒബ്ജക്ട്സും നമ്മളെ കണ്ണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അക്കോമഡേഷൻ ഓഫ് ഐ പറയുമ്പോൾ പറയാം. ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദ ഐലൻസ് ആൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. ഐലൻസിന്റെ കർവേച്ചർ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിയർ ബൈ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ലൊക്കേറ്റ് ചെയ്യും. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഐ ലെൻസ് ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്. എ ബൈ കോൺവെക്സ് ലെൻസ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഫൈബറസ് ജെല്ലി ലൈക്ക് മെറ്റീരിയൽ. ഒരു ജെല്ലി ടൈപ്പ് മെറ്റീരിയൽ ആണ്, ഹാർഡ് അല്ല, ഒരു സോഫ്റ്റ് ജെല്ലി ടൈപ്പ് മെറ്റീരിയൽ ആണ്, ഫൈബറസ് മെറ്റീരിയൽ ആണ് ക്രിസ്റ്റലൈൻ ലെൻസ്. ഓക്കെ, ആൻഡ് ഇസ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ആണ്. ഫോക്കസ് ദ ഇമേജ് ഓഫ് ഒബ്ജക്ട്സ് ഓൺ റെറ്റിന. നമ്മളെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്ത് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന ആരാണ്? ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്. ഓക്കെ, ദെൻ റെറ്റിന. റെറ്റിന ഇസ് എ ലൈറ്റ് സെൻസിറ്റീവ് മെംബ്രെയിൻ ഓൺ ദ ബാക്ക് വാൾ ഓഫ് ദ ഐബോൾ. അല്ലെ, നമ്മൾ ഐബോളിന്റെ ഏറ്റവും പുറകിലായിട്ട് ഉള്ള ലൈറ്റ് സെൻസിറ്റീവ് സ്ക്രീൻ ആണെന്ത്? റെറ്റിന. ഇമേജസ് ആർ ഫോംഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ടു ദ ബ്രെയിൻ. ഇമേജസ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലാണ്. റെറ്റിനയിൽ നിന്നാണ് ഇമേജസ് എവിടത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒപ്റ്റിക് നെർവ്സ് വഴി ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അക്വസ് ഹ്യൂമർ നമ്മൾ നേരെ പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് എ സോൾട്ടി ഫ്ലൂയിഡ് ബിറ്റ്വീൻ കോർണിയ ആൻഡ് ഐലൻസ്. അല്ലെ, ഒരു ഫ്ലൂയിഡ് ആണ്, ലൈസ് ഇൻ ബിറ്റ്വീൻ കോർണിയ ആൻഡ് ഐലൻസ്. ഇറ്റ് ഗിവ്സ് ദ ഐ ഷേപ്പ് ആൻഡ് ന്യൂറിഷസ് ദ കോർണിയ. കോർണിയ ന്യൂറിഷ് ചെയ്യുന്ന, ഒരു ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നത് കോർണിയ. നമ്മൾ കണ്ണിൽ എപ്പോഴും ഒരു ഹൈഡ്രേറ്റഡ് ആണല്ലോ, ഈ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നത് ഈ അക്വസ് ഹ്യൂമർ ആണ്. ഓക്കെ, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സിൻ്റെ ഒക്കെ പാർട്സ് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ ഫംഗ്ഷനും അതിൻ്റെ ഡെഫിനിഷനും പറഞ്ഞു. ഓക്കെ, നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചർ ഒന്ന് 3 ഡയമെൻഷൻ ആയിട്ടൊന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഹ്യൂമൺ ഐ, സൈഡ് വ്യൂ ആണ് ഹ്യൂമൺ ഐ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് കോർണിയ ഒക്കെ വരുന്ന ഫ്രണ്ട് പാർട്ട്. ഇത് സൈഡ് വ്യൂ ആണ്. ഓക്കെ, നമുക്ക് ഓരോ പാർട്ടായിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഓക്കെ ആണല്ലോ, അതിൻ്റെ ക്രോസ് സെക്ഷൻ ആണിത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഔട്ടർ മെംബ്രെയിൻ. ഇതാണ് നമ്മുടെ കണ്ണിലെ ഔട്ടർ മെംബ്രെയിൻ. ഇതാണ് നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ. ആ ഔട്ടർ മെംബ്രെയിൻ ആണ് നമ്മുടെ എന്ത് പറയുന്നത്? കോർണിയ. മോസ്റ്റ് ഓഫ് ദ റിഫ്രാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കോർണിയ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിന്റെ പുറകിലായിട്ട് ഇവിടെ ഒരു റെഡ് സ്ട്രക്ചർ കാണുന്നില്ലേ? ഈ റെഡ് സ്ട്രക്ചർ ആണ് ഐറിസ്. ഐറിസ് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഐറിസ്? ഐറിസ് കൺട്രോൾ ദ സൈസ് ഓഫ് പ്യൂപ്പിൾ. അതിന്റെ തൊട്ട് പുറകിലായിട്ട് കാണുന്ന ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
ഇവിടെ കാണുന്ന ഈ ഓപ്പണിംഗ് ആണ്, ഈ സർക്കുലർ ഹോൾ ആണ്, ഓപ്പണിംഗ് ആണ് പ്യൂപ്പിൾ. ഈ റെഡ് ആണ് ഐറിസ്. ഓക്കെ ആണല്ലോ. ഈ സർക്കുലർ ഈ പ്യൂപ്പിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഐറിസ്. ഐറിസ് കൺട്രോൾസ് ദി സൈസ് ഓഫ് പ്യൂപ്പിൾ. ഓക്കെ ആണല്ലോ. ഈ ഹോളാണ്, ഇതവിടെ കാണാൻ പറ്റും, ഈ ഹോളാണ് നിങ്ങളുടെ എന്ത്? പ്യൂപ്പിൾ. പ്യൂപ്പിൾ. ഓക്കെ, pupil hole. Okay, then the fluid lies between this cornea and lens. ഇവിടെ നമുക്ക് ക്രിസ്റ്റലൈൻ ലെൻസ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ്. ഇവിടെ കാണുന്ന ജെല്ലി ടൈപ്പ് മെറ്റീരിയലാണ് ക്രിസ്റ്റലൈൻ ലെൻസ്. ഈ പുറമേയുള്ള കോർണിയക്കും ഈ ലെൻസിനും ഇടയ്ക്ക് കാണുന്ന ഫ്ലൂയിഡ് ആണ് അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ. ഓക്കെ ആണല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ ലെൻസ് നോക്കിക്കോളൂ നിങ്ങൾ. ഇതാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് ഇറ്റ് ഇസ് എ ജെല്ലി ടൈപ്പ് ഫൈബറസ് മെറ്റീരിയൽ ആൻഡ് ഈസ് വെരി ഫ്ലെക്സിബിൾ. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജെല്ലി ടൈപ്പ് മെറ്റീരിയലാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഇപ്പോൾ ഈ ക്രിസ്റ്റലൈൻ ലെൻസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസിലാണ് സിലിയറി മസിൽസ്. ഓക്കെ ആണല്ലോ. സിലിയറി മസിൽസിലാണ് നമ്മുടെ ഈ ജെല്ലി ടൈപ്പ് ലെൻസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ലെൻസിനും നമ്മുടെ റെറ്റിന, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ റെറ്റിന. ഇതാണ് റെറ്റിന. ഓക്കെ, റെറ്റിനയിലാണ് ലൈറ്റ് സെൻസിറ്റീവ് സെൽസ്, അതായത് കോൺ സെൽസ്, റോഡ് സെൽസ്. അതായത് നമുക്ക് കളർ വിഷനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനും പോസിബിൾ ആക്കുന്നത് ഈ സെൽസ് ആണ്, കോൺ സെൽസും റോഡ് സെൽസും ആണ്. ആ കോൺ സെൽസും റോഡ് സെൽസും പ്രസന്റ് ആയിട്ടുള്ളത് റെറ്റിനയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ റെറ്റിനക്കും നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിനും അടക്കമുള്ള ഫ്ലൂയിഡിനാണ് നമ്മൾ വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ കോർണിയക്കും ലെൻസിനും അടക്കമുള്ളത്. റെറ്റിനക്കും ലെൻസിനും അടക്കമുള്ള ഫ്ലൂയിഡിനാണ് വിട്രസ് ഹ്യൂമർ എന്ന് പറയുക. ഇറ്റ് ഗിവ്സ് ദി ഷേപ്പ് ഓഫ് ഐ. ആ ഐക്ക് നമ്മൾ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വിട്രസ് ഹ്യൂമറാണ്, നമ്മൾ പറഞ്ഞിട്ടതാണ്. ഓക്കെ, പിന്നെ അടുത്ത പാർട്ടാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് ബ്രെയിനിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. നെർവ് ഈ ഇലക്ട്രിക്കൽ പൾസസ്, ഈ റെറ്റിനയിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ്, ഇലക്ട്രിക്കൽ പൾസസിനെ നമ്മുടെ ബ്രെയിനാണ് ഒപ്റ്റിക് നെർവിൽ വഴിയാണ് ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നത്. ബ്രെയിൻ അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുന്നത്. ഇമേജ് കോൺവെക്സ് ലെൻസ് ആണല്ലോ, അപ്പോൾ ഇമേജ് റിയൽ ആയിരിക്കും, റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, റിയലും അപ്പോൾ രണ്ട് കണ്ണിൽ രണ്ട് റെറ്റിനൽ രണ്ട് ഇമേജ് ഫോം ചെയ്യുമല്ലോ. അപ്പോൾ രണ്ട് സിഗ്നൽസ് ബ്രെയിനിലേക്ക് എത്തും. ഈ സിഗ്നൽസിനൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ കമ്പൈൻ ചെയ്ത് സ്ട്രേറ്റ് ചെയ്ത് നമുക്ക് സെൻസേഷൻ ഉണ്ടാക്കുന്നതൊക്കെ ബ്രെയിനാണ്. അപ്പം ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സം ടേംസ് റിലേറ്റഡ് ടു അവർ ഐ. നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ്. ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, അക്കോമഡേഷൻ. Accommodation of human eye. Accommodation of human eye means the ability of our eye lens to change the focal length to form image on the retina. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നിയർ ബൈ ഒബ്ജക്ട്സും ഡിസ്റ്റന്റ് ഒബ്ജക്ട്സും ഒരേ ടൈമിൽ നമ്മളെ കണ്ണിലെ റെറ്റിനയിൽ ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ ഐ ലെൻസ് എന്ത് ചെയ്യും? അതിനനുസരിച്ച് തിന്നും തിക്കും ആവും. അതായത് സിലിയറി മസിൽസ് ഐ ലെൻസിന്റെ കർവേച്ചർ ചേഞ്ച് ചെയ്തിട്ട് ഐ ലെൻസ് തിന്നാവും തിക്കാവും. ഓക്കെ, ഇങ്ങനെ ഐ ലെൻസിന്റെ കർവേച്ചർ ചേഞ്ച് ചെയ്തിട്ട് റെറ്റിനയിൽ കറക്റ്റായിട്ട് ഇമേജിനെ ഫോക്കസ് ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ ഈസ് ദ എബിലിറ്റി ഓഫ് ഐ ലെൻസ് ടു ചേഞ്ച് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ടു ഫോം ഇമേജ് ഓൺ ദി റെറ്റിന. അതായത് ഐ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യും, കർവേച്ചർ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ദെൻ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നിയർ പോയിന്റ്. സിമ്പിൾ ആണ്. ദി മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ഐ അറ്റ് വിച്ച് ദ ഐ ക്യാൻ സീ an object clearly and distinctly without any strain, and for a normal eye it is values 25 centimeter. അതായത് നമുക്ക് കണ്ണിൽ സ്ട്രെയിൻ കൂടാതെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു റീഡ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസ് നമ്മളെ കണ്ണിലെ ഐ ലെൻസ് എന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഫോർ എ ഹെൽത്തി ഐ, നോർമൽ ഐ. ഞാനിപ്പോൾ സ്പെക്സ് യൂസ് ചെയ്തിട്ടുണ്ട്, നോർമൽ ഐ അല്ല. ഫോർ എ ഹെൽത്തി ഐ, ഒരു ഹെൽത്തി ഐൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ആ മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അത് ആ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ഓർ നിയർ പോയിന്റ്. സിമ്പിൾ അല്ലേ? ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ഐ അറ്റ് വിച്ച് ആൻ ഐ ക്യാൻ സീ ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് എനി സ്ട്രെയിൻ. വിത്തൗട്ട് എനി സ്ട്രെയിൻ, ക്ലിയർലി ആൻഡ് ഡിസ്റ്റിങ്ക്ട്ലി. വാട്ട് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി? ഡിസ്റ്റിങ്ക്ട്ലി മീൻസ് രണ്ട് ലെറ്റർ ഉണ്ടെങ്കിൽ രണ്ട് ലെറ്ററും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണും. അത് ഓവർലാപ്പ് ഒന്നും ചെയ്യാതെ, ഓവർലാപ്പ് ചെയ്ത് നമുക്ക് വേറൊരു ഡിഫക്റ്റാണ് കണ്ണിൻ്റെ, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഓവർലാപ്പ് ഒന്നും ചെയ്യാതെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുന്നതാണ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
without any strain is called least distance. ഈ വാല്യൂ ഒന്ന് ഓർമ്മിച്ച് വെക്കണേ മക്കളെ. ഇറ്റ് ഈസ് 25 സെന്റിമീറ്റർ നിയർ പോയിന്റ് ഫോർ എ ഹെൽത്തി ഐ. ഓക്കെ. ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ഫാർദസ്റ്റ് പോയിന്റ് അപ് ടു വിച്ച് വി ക്യാൻ സി ആൻ ഒബ്ജക്റ്റ്. നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മാക്സ് കാണാൻ പറ്റുന്ന ഫാർദസ്റ്റ് പോയിന്റ് ആണ്. ദ ഫാർദസ്റ്റ് പോയിന്റ് ഫ്രം ദ ഐ അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി സീൻ ക്ലിയർലി ബൈ ദ ഐ. നമുക്ക് ഡിസ്റ്റൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഇൻഫിനിറ്റി ആണ്. ഓർമ്മിച്ച് വെക്കണേ. നിയർ പോയിന്റ് 25 സെന്റിമീറ്ററും ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയും. നമുക്കിത് ചിലപ്പോൾ പ്രോബ്ലത്തിൽ ആവശ്യം വരും. ഓക്കെ. നോക്കോളൂ. ഫാർ പോയിന്റ് അതായത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി. അതായത് നമുക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഇവിടെയാണ് നമ്മുടെ റെറ്റിന വരുന്നത്. ഓക്കെ. നമ്മുടെ ഐലൻസ് ഇമേജ് കൺവേർജ് ചെയ്തിട്ട് അല്ലെ, കോൺവെക്സ് ലെൻസ് അല്ലെ, കൺവേർജ് ചെയ്തിട്ട് അവിടെ ഫോം ചെയ്യും, റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യും. ഇനി ഒബ്ജക്റ്റ് നിയർ ബൈ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഐലൻസ് തിന്നാണ്. ഇവിടെ കാണാൻ പറ്റും ഐലൻസ് തിക്കായി. അപ്പൊ എന്താണ് ഐഡിയ എന്ന് വെച്ചാൽ ഐലൻസ് തിന്നാകുമ്പം ഫോക്കൽ ലെങ്ത് കൂടും. അപ്പോൾ ഒബ്ജക്റ്റിന്റെ ഫോക്കൽ ലെങ്ത്, അതായത് നമ്മുടെ റെറ്റിനയിൽ കറക്റ്റായിട്ട് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യും. അതായത് ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. F increases. And in the case of distant object, our eye becomes thick. Lens thick ആവും. lens thick ആവുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും. ഫോക്കൽ ലെങ്ത് decreases. And thus nearby objects can be exactly focused on the retina. ഈ ഐഡിയ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അതായത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുമ്പം ഐലൻസ് തിന്നും, നിയർ ബൈ ഒബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്യുമ്പം ഐലൻസ് തിക്കും ആയിരിക്കും. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ഇൻ ദ കേസ് ഓഫ് ഫാർ ഒബ്ജക്ട്, ഡിസ്റ്റന്റ് ഒബ്ജക്ട്, ഐലൻസ് എക്സ്പാൻഡഡ് ഐലൻസ്, ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ് ആൻഡ് പവർ ഡിക്രീസസ്. എക്സ്പാൻഡഡ് ഐലൻസ് എന്ന് പറഞ്ഞാൽ ഐലൻസ് അതായത് അതിന്റെ കർവേച്ചർ കുറയുക. ക്ലിയർ ആകുന്നുണ്ടോ? കർവേച്ചർ കുറയുമ്പം ഫോക്കൽ ലെങ്ത് കൂടും. ക്ലിയർ അല്ലേ? കോൺട്രാക്റ്റഡ് ഐലൻസ് എന്ന് പറഞ്ഞാൽ കർവേച്ചർ കൂടുമ്പം ഫോക്കൽ ലെങ്ത് കുറയും. നമുക്ക് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്. പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോക്കൽ ലെങ്ത്. പവർ ഈസ് ഈക്വൽ ടു 1/f in meters. ദാറ്റ് ഈസ് വെൻ ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ് പവർ ഡിക്രീസസ്. ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ പവർ കുറയും. അപ്പം നമ്മുടെ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് കുറവല്ലേ? ഫോക്കൽ ലെങ്ത് കുറവാണെങ്കിൽ പവർ കൂടുതലായിരിക്കും. ഫോക്കൽ ലെങ്ത് കൂടുതലല്ലേ? ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിൽ പവർ കുറവായിരിക്കും. ഓക്കെ. നമ്മുടെ നിയർ ഒബ്ജക്ട്സിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് കുറവല്ലേ? ഫോക്കൽ ലെങ്ത് കുറവാണെങ്കിൽ പവർ കൂടുതലായിരിക്കും. ഓക്കെ. അക്കോമഡേഷൻ ഓഫ് ഐലൻസ് നമുക്കതൊന്ന് നോക്കാം. അക്കോമഡേഷൻ ഐലൻസ് ഈസ് ദ എബിലിറ്റി ടു ചേഞ്ച് ദ ലെൻസ് ഷേപ്പ് to focus the object at varying distance. What is accommodation of lens? It is the ability to change the shape of lens to focus on objects at varying distance. അതായത് നമ്മൾ പറഞ്ഞു, നിയർ ബൈ ഒബ്ജക്ട്സ് ആണെങ്കിൽ ലെൻസിൽ തിക്കാവും അല്ലെ, ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ആണെങ്കിൽ ലെൻസ് തിന്നാവും. ഷിഫ്റ്റിംഗ് ഫ്രം ഡിസ്റ്റന്റ് ടു നിയർ വിഷൻ ബൈ കോൺട്രാക്ടിങ് സില്ലറി മസിൽസ്. അതായത് സില്ലറി മസിൽസ് ആണല്ലോ നമ്മുടെ ഈ ലെൻസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഈ സില്ലറി മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യും ഇലോങ്ങേറ്റും ചെയ്യാം. അതിനനുസരിച്ച് ലെൻസിന്റെ ഷേപ്പ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. തിക്കും തിന്നോ. ഓക്കെ. വിച്ച് മേക്സ് ദ ലെൻസ് തിക്കർ ആൻഡ് മോർ കൗഡ്, ഹയർ പവർ ഫോർ ക്ലോസ് ഒബ്ജക്ട്സ്. ഞാൻ പറഞ്ഞിരുന്നു നിയർ ബൈ ഒബ്ജക്ട്സിന്റെ കേസിൽ ലെൻസ് തിക്കർ ആവും. ഓക്കെ. ആൻഡ് റിലാക്സിംഗ് ദം ഇൻ ദ കേസ് ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് മേക്കിംഗ് ദ ലെൻസ് തിന്നർ. ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിന്റെ കേസിൽ ലെൻസ് തിന്നാവും. ദിസ് ഡൈനാമിക് പ്രോസസ് എൻഷുവേഴ്സ് എ ക്ലിയർ ഇമേജ് ഈസ് ഓൾവേസ് ഫോംഡ് ഓൺ ദ റെറ്റിന. ഈ മൊത്തം പ്രോസസ്സിനാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്? അക്കോമഡേഷൻ. ensures a clear image is always formed on the retina involving the coordination of ആരൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? സിലിയറി മസിൽസ്, ലെൻസ് ആൻഡ് പ്യൂപ്പിൾ.
പ്യൂപ്പിൾ എന്താ ചെയ്യുന്നത്? പ്യൂപ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു, പ്യൂപ്പിൾ റെഗുലേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ഇൻ ദൈ. അപ്പം ഈ പ്യൂപ്പിളാണ് നമ്മളെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിന്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചാണ് സിലിയറി മസിൽസ് ഇലോങ്ങേറ്റ് ചെയ്യും കോൺട്രാക്ട് ചെയ്യുക. അതായത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന് വരുന്ന ലൈറ്റ് റേസ് എപ്പോഴും എന്തായിരിക്കും? പാരലായിരിക്കും. ഓക്കെ, നിയർ ബൈ ഒബ്ജക്ട്സ് വരുന്ന ലൈറ്റ് റേസിന്റെ ഇന്റൻസിറ്റി കൂടുതലും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും അല്ലേ? അപ്പൊ നിയർ ബൈ ഒബ്ജക്ട്സ് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് സിലിയറി മസിൽസ് എന്ത് ചെയ്യും? ലെൻസിനെ തിക്കൻ ചെയ്യും. ക്ലിയർ? അപ്പം ഫോക്കൽ ലെങ്ത് കുറയും. സോ ഇറ്റ് ക്യാൻ നിയർ ബൈ ഒബ്ജക്ട്സ് ക്യാൻ അക്കോമഡേറ്റ് ക്ലിയർലി ഓൺ ദ റെറ്റിന. So also when light rays coming from a distant object, then lens become thin, focal length increases. So light rays from the distant objects are clearly focused on the retina. അപ്പോൾ ആരൊക്കെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്? പ്യൂപ്പിൾ കോർഡിനേറ്റ്, പ്യൂപ്പിൾ ഉണ്ട്, പിന്നെ സിലിയറി മസിൽസ് ഉണ്ട്, ലെൻസ് ഉണ്ട്. ദിസ് കോർഡിനേഷൻ ഓൾ ടുഗദർ കോൾഡ് അക്കോമഡേഷൻ ഓഫ് ഹ്യൂമൻ ഐ. ഓക്കെ അല്ലേ? എഴുതിക്കൊള്ളേ എക്സാമിന് അക്കോമഡേഷൻ ഓഫ് ഹ്യൂമൻ ഐ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫോർ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിന്റെ കേസിൽ റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. സിലറി മസിൽസ് റിലാക്സ് ചെയ്യും, സിലറി മസിൽസ് റിലാക്സ് ചെയ്യും. സോ മേക്കിംഗ് ദ ലെൻസ് തിൻ ആവും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് നിയർ ബൈ ഒബ്ജക്ട്സ് സിലറി മസിൽസ് കോൺട്രാക്ട്, ലെൻസ് ബിക്കം തിക്ക് and more convex. Okay ആണ്? ഐഡിയ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സം ഡിഫക്ട്സ് ഓഫ് ഹ്യൂമൻ ഐ ആൻഡ് ദർ കറക്ഷൻ. ഓക്കെ, നമുക്ക് മെയിനായിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മെയിനായിട്ട് 3 ഡിഫക്റ്റ് ആണ് പഠിക്കേണ്ടത്. ഇതിന് പുറമെ നിങ്ങൾ കാറ്ററാക്ട്, അസ്റ്റിഗ്മാറ്റിസം പോലത്തെ ഡിഫക്റ്റ് കൂടി പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. മെയിനായിട്ട് നമുക്ക് വരുന്നത് ഫസ്റ്റ് വൺ മയോപ്പിയ ആണ്. Myopia is also called nearsightedness or short sight എന്നൊക്കെ പറയും. ഷോർട്ട് സൈറ്റ്, that is some people can see nearby objects clearly but unable to see distant objects clearly. Okay, then hypermetropia is called long sightedness or long sight. That is some people can see distant objects clearly but unable to see nearby objects clearly. Then presbyopia. This defect arises due to aging. നമ്മൾ പ്രായം കൊണ്ടുണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് presbyopia. ഓക്കെ, ഈ മയോപ്പിയയുടെ കോസസ് മെയിനായിട്ട് ലെങ്ത് ഓഫ് ഐബോൾ ഇൻക്രീസസ്, ലാർജ് ഐബോൾ ആണ്. ഓക്കെ, സ്മോൾ ഫോക്കൽ ലെങ്ത് ഓഫ് ഐലൻസ്, അതായത് ചില ആൾക്കാരുടെ ഐലൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. ഫോക്കൽ ലെങ്ത് കുറവ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് പവർ ഓഫ് ഐലൻസ് ഇൻക്രീസസ് അല്ലേ? പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോക്കൽ ലെങ്ത് അല്ലേ? പവർ ഓഫ് ഐലൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അതിൻ്റെ കറക്ഷൻ നമ്മൾ കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യുക, ബൈ യൂസിങ് കോൺകേവ് ലെൻസ്. ഓക്കെ, ദെൻ ഹൈപ്പർമെട്രോപ്പിയൻ്റെ കേസിൽ ഇത് നേരെ തിരിച്ചെഴുതിയാൽ മതി. അത് മയോപ്പിയ പഠിച്ചു കഴിഞ്ഞാൽ അത് നേരെ നിങ്ങൾ റിവേഴ്സ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഹൈപ്പർമെട്രോപ്പിയ. ലാർജ് ഐബോളിൻ്റെ കേസിൽ നിങ്ങൾ എന്ത് എഴുതും? സ്മോൾ ഐബോൾ. എളുപ്പമല്ലേ? ദെൻ സ്മോൾ ഫോക്കൽ ലെങ്ത്തിന്റെ കേസിൽ ലാർജ് ഫോക്കൽ ലെങ്ത് ഓഫ് ഐലൻസ് എഴുതും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പവർ ഓഫ് ഐലൻസ് ഇൻക്രീസസ്. ഇവിടെ എന്ത് എഴുതാം? പവർ ഓഫ് ഐലൻസ് ഡിക്രീസസ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത് കോൺകേവ് ആണെങ്കിൽ നേരെ തിരിച്ചിട്ട് ഇത് കോൺവെക്സ് ആയിരിക്കും. പ്രസ്ബയോപ്പിന്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു, ഏജിങ് ആണ്, പ്രായം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. അക്കോമഡേറ്റിംഗ് പവർ ഓഫ് ഐലൻസ് ഡിക്രീസസ് ഡ്യൂ ടു സ്റ്റിഫനിങ് അവർ ഐലൻസ്. അതായത് വെൻ ഏജ് ഇൻക്രീസസ് ദി ഫങ്ഷൻ ഓഫ് അവർ സിലിയറി മസിൽസ് എക്സെട്ര ഡിമിനിഷസ്. അതായത് ഗ്രാജുവലായിട്ട് സിലിയറി മസിൽസ് വീക്കൻ ചെയ്യും, ഗ്രാജുവൽ വീക്കനിങ് ഓഫ് സിലിയറി മസിൽസ് ഓർ ഡിമിനിഷിങ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഐലൻസ്. നമ്മളെ ഐലൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇല്ലേ? ഐലൻസ് ഞാൻ പറഞ്ഞിരുന്നു, സിലിയറി മസിൽസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഐലൻസ് തിക്കും തിന്നും ആവില്ല. ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഏജിങ് കൊണ്ട് ഫ്ലെക്സിബിലിറ്റി കുറയും. അപ്പം ഇതിൻ്റെ മെയിൻ 2 റീസൺസ്, ഒന്ന് ഗ്രാജുവൽ വീക്കനിങ് ഓഫ് സിലിയറി മസിൽസ്, എന്നോട് എഴുതാം, ഗ്രാജുവൽ വീക്കനിങ് of ciliary muscles due to aging ആണ്. ഓക്കെ, then
diminishing flexibility of eye lens. Diminishing flexibility. Diminishing flexibility of eye lens. ഈ രണ്ട് റീസൺ കൊണ്ടാണ് നമുക്ക് പ്രസ്ബയോപ്യ ഉണ്ടാകുന്നത്. ഓക്കെ, അത് നമ്മൾ കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ് ഈ പ്രസ്ബയോപ്യൻ നമ്മൾ കറക്ഷൻ ചെയ്യുക. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു കണ്ണിൽ തന്നെ മയോപ്യോ ഹൈപ്പർമെട്രോപ്യോ ഉണ്ടാവും. ക്ലിയർ ആയ? മയോപ്യം പ്രൊഡ്യൂസ് ചെയ്യും, ഹൈപ്പർമെട്രോപ്യോ ഉണ്ടാവും. അപ്പം നമ്മൾ ബൈഫോക്കൽ ലെൻസ് യൂസ് ചെയ്യും. ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരേ കണ്ണിൽ തന്നെ രണ്ട് ഫോക്കൽ ലെൻസ്, അത് ഫോക്കൽ ലെങ്ത് കൂടുതലുള്ളതും ഫോക്കൽ ലെങ്ത് കുറവുള്ളതും ഒരേ ലെൻസ് തന്നെ യൂസ് ചെയ്യുക. അതാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കോളൂ. ഇവിടെ നമുക്കൊരു പിക്ചർ നല്ല എല്ലാം നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. നോർമൽ വിഷന്റെ കേസിൽ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന് വരുന്ന ലൈറ്റ് റേസ് നമ്മൾ കോൺവെക്സ് ലെൻസിൽ കൺവേർട്ട് ചെയ്തിട്ട് കറക്റ്റ് എക്സാക്ട്ലി എവിടെ ഫോം ചെയ്യും? റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യും ഫോർ നോർമൽ ഐ. ഇൻ ദ കേസ് ഓഫ് മയോപിക് ഐൻ്റെ കേസിൽ ഇത് ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയാണ്. ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. റെറ്റിനക്ക് മുന്നിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് മയോപിക് ഐ, image is formed in front of the retina. ഓർമ്മിച്ച് വെക്കണേ മക്കളെ കാര്യം. image is formed in front of the retina. Okay, and in the case of hypermetropia, image is formed behind the retina. റെറ്റിനക്ക് പുറകിലായിട്ട് ആ ഇമേജ് ഫോം ചെയ്യും. ഇവിടെ കാണാൻ പറ്റും, ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ, ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. ഓക്കെ ആണല്ലോ. വേറൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലറായിട്ടുള്ള വിഷൻ ആയിരിക്കും. നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു ഇമേജും കാണില്ല, എല്ലാ ഇമേജും കൂടി ഓവർലാപ്പ് ചെയ്ത പോലെ ഒരു ബ്ലറി വിഷൻ ആയിരിക്കും. ബ്ലറി വിഷനായിട്ടാണ് നമ്മൾ കാണും ഒബ്ജക്റ്റിനെ. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് റേസ് കൺവേർട്ട് ചെയ്തിട്ട് പല പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യും. റെറ്റിനക്ക് മുന്നിലായിട്ട് പല പോയിന്റ്സിലേക്ക് ഇമേജ് ഫോം ചെയ്യും. അതുകൊണ്ട് ഇവിടെ നമുക്ക് കളക്റ്റീവായിട്ട് ഒരു ബ്ലറി വിഷൻ ആയിരിക്കും. ബ്ലറി വിഷൻ, ബ്ലേഡായിട്ടാണ് നമുക്ക് കാണാം. ആ ഡിഫക്റ്റാണ് അസ്റ്റിഗ്മാറ്റിസം. ഓക്കെ, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 3 ഡിഫക്റ്റും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഡിഫക്റ്റും അതിൻ്റെ കറക്ഷനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ 3 ഡിഫക്റ്റും പഠിക്കാൻ പറ്റും. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് ഈ 3 ഡിഫക്റ്റും എങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതേണ്ടത് എന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. Okay, first one, myopia, then hypermetropia, then presbyopia. ഫസ്റ്റ് വൺ ഡെഫിനിഷൻ ആണ്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. What is myopia? Some people can see nearby objects clearly. Some people can see nearby objects clearly but unable to see distant object clearly. ഞാൻ പറയുന്നതനുസരിച്ച് എഴുതി പോണേ. distant objects clearly but unable to see distant objects clearly. nearby objects ക്ലിയർ ആയിട്ട് കാണും, distant object ക്ലിയർ ആയിട്ട് കാണില്ല. then അടുത്തത് റീസൺ ആണ്. റീസൺ പറഞ്ഞിരുന്നു. ഫസ്റ്റ് റീസൺ എന്തായിരുന്നു? ലെങ്ത് ഓഫ് ഐബോൾ ഇൻക്രീസസ്. ലെങ്ത് ഓഫ് ഐബോൾ ഇൻക്രീസസ്. സെക്കൻഡ് പോയിന്റ്, ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസ് ഡിക്രീസസ്. ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസ് ഡിക്രീസസ്.
Focal length of eye lens decreases. Also we can say power of eye lens increases. അല്ലെ പവർ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ പവർ കൂടും. പവർ ഓഫ് ഐ ലെൻസ് ഇൻക്രീസ്. ഇത് ഏതും ഒരെണ്ണം പഠിച്ചാൽ മതി. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഹൈപ്പർ മെട്രോപ്പിയോ നേരെ ജസ്റ്റ് നിങ്ങൾ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ മതി. പവർ ഓഫ് ഐ ലെൻസ് ഇൻക്രീസസ്. അപ്പോൾ റീസൺ ആയി, 2 റീസൺ എഴുതിയാൽ മതി. ദെൻ അതിൻ്റെ ഡയഗ്രാം here image is formed in front of the retina, right? Image is formed in front of the retina, റെറ്റിനക്ക് മുന്നിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഒരു ഐ ലെൻസ് വരക്കുക, ഇവിടെ റെറ്റിന കാണിക്കുക, ഇത്രയും കാര്യങ്ങളെ വേണം. നമ്മൾ ഫുള്ളായി സ്ട്രക്ചർ ഫുള്ളായിട്ടൊന്നും വരക്കണ്ട. ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വരുന്ന ലൈറ്റ് റേസ് റെറ്റിനക്ക് മുന്നിലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കുക. ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. ഓക്കെ ആണല്ലോ. ദെൻ കറക്ഷൻ എന്തായിരുന്നു? കറക്ഷൻ ബൈ യൂസിങ് എ കോൺകേവ് ലെൻസ് എന്ന് മാത്രം എഴുതിയാൽ പോരാ. കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ അല്ലെ സ്യൂട്ടബിൾ ഫോക്കൽ ലെങ്ത്. അതിൻ്റെ കറക്ഷൻ കൂടിയുള്ള ഫിഗർ കൂടി നിങ്ങൾ കാണിക്കണം. കറക്ഷൻ ഉള്ള ഫിഗർ കൂടി കാണിക്കാം. ഇതാണ് ഒബ്ജക്റ്റ്. ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരുന്നു? ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയല്ലേ? റെറ്റിനക്ക് മുന്നിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നിൽ നിങ്ങളൊരു കോൺകേവ് ലെൻസ് വരക്കുക. എന്നിട്ട് ഇവിടുന്ന് ഡൈവേർജ് ചെയ്തിട്ട്, അത് ഡാഷ് ഇട്ടിട്ട് വരച്ചാൽ മതി, ഇവിടുന്ന് ഡൈവേർജ് ചെയ്തിട്ട് കറക്റ്റ് എവിടെ ഇമേജ് ഫോം ചെയ്യും? റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ? ഇനി നേരെ ഇത് റിവേഴ്സ് ചെയ്താൽ ഹൈപ്പർ മെട്രോപ്പിയായി. പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റും. ഫസ്റ്റ് ഡെഫിനിഷൻ, വാട്ട് ഈസ് ഹൈപ്പർ മെട്രോപ്പിയ? Some people can see distant objects clearly, right? But unable to see nearby objects clearly. Some people can see distant objects, far away objects clearly, but unable to see nearby objects clearly. Reasons നേരെ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ മതി. റീസൺസ്, ഫസ്റ്റ് റീസൺ എന്താ? ലെങ്ത് ഓഫ് ഐബോൾ ഇൻക്രീസസ് അല്ലേ? ദെൻ ഇവിടെ ലെങ്ത് ഓഫ് ഐബോൾ ഡിക്രീസസ്. ഓക്കെ. ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസ് ഡിക്രീസസ് അല്ലേ? ഫോക്കൽ ലെങ്ത് ഐ ലെൻസ് ഇൻക്രീസസ്. Focal length of eye lens increases. Power of eye lens decreases. Diagram. Image is formed behind the retina. ഇവിടെ in front of the retina അല്ലേ? ഇവിടെ എന്ത് വരും? Image is formed behind the retina. Image is formed behind the retina. ഞാൻ കുറച്ച് സ്പീഡിൽ എഴുതി പോകുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഐഡിയ ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ ഡയഗ്രാം വരക്കുക. നല്ല നീറ്റിൽ വരക്കണം. ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. റെറ്റിനക്ക് പുറകിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ ആണല്ലോ. കറക്ഷൻ. ഫിഗർ വരച്ച് പഠിക്കണേ. കറക്ഷൻ ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ആണ്, കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. ഓക്കെ. വിഷൻ ആഫ്റ്റർ കറക്ഷൻ്റെ ഫിഗർ കൂടി കാണിക്കാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇമേജ് റെറ്റിനക്ക് പുറകിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? നമ്മളിവിടെ ഒരു കോൺവെക്സ് ലെൻസ് വെക്കും ഫ്രണ്ടിൽ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ്. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് റേസ് കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോം ചെയ്യുന്ന രീതിയിൽ കാണിക്കും. ഇവിടെ നമുക്ക് ഇമേജ് ഫോം ചെയ്യാം. ഞാൻ വരച്ച അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്കത് സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഐയും ഐ ഡാഷും, ഐ
ഫസ്റ്റ് കേസിലായി റെറ്റിനക്ക് മുന്നിലായിരിക്കും, ഐ ഡാഷ് റെറ്റിനൽ ഫോം ചെയ്യും. ഇവിടെ ഐ റെറ്റിനക്ക് പുറകിലാണ്, ഐ ഡാഷ് റെറ്റിനൽ കാണിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. ഓക്കെ ആണല്ലോ. പ്രസ്ബയോപ്യ. പ്രസ്ബയോപ്യ ഡെഫിനിഷൻ ചോദിച്ചാൽ ദിസ് ഡിഫക്റ്റ് അറൈസസ് ഡ്യൂ ടു ഏജിങ്. പ്രായം കൊണ്ടുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ്. ദിസ് ഡിഫക്റ്റ് അറൈസ് ഡ്യൂ ടു ഏജിങ്. വെൻ ഏജ് ഇൻക്രീസസ് നിയർ പോയിന്റ് ഓഫ് ഐ ലെൻസ് ഓൾസോ ഇൻക്രീസസ്. നമ്മളെ കണ്ണിൻ്റെ നിയർ പോയിന്റ് കൂടും. ഈ 25 സെൻറ്റിമീറ്റർ എന്നുള്ളത് 30-40 സെൻറ്റിമീറ്റർ ഒക്കെ ആവും വെൻ ഏജ് ഇൻക്രീസസ്. ഓക്കെ ആണല്ലോ. റീസൺസ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നു. വാട്ട് ആർ ദ റീസൺസ്? ഫസ്റ്റ് വൺ, ഗ്രാജുവൽ വീക്കനിങ് ഓഫ് സിലിയറി മസിൽസ്. ഗ്രാജുവൽ വീക്കനിങ് ഓഫ് സിലിയറി മസിൽസ്. Then diminishing flexibility of eyelids. Diminishing flexibility of eyelids. നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്ന ഡയഗ്രാം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ കറക്ഷൻ മാത്രം പഠിച്ചാൽ മതി. കറക്ഷൻ ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ്. ഒരു കാര്യം കൂടി ഓർമ്മിച്ച് നോക്കുക നോട്ടായിട്ട്. ഫോർ പീപ്പിൾ സഫറിങ് ഫ്രം ബോത്ത് മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ. പീപ്പിൾ സഫറിങ് ഫ്രം ബോത്ത് മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ, they have to use bifocal lens. ബൈഫോക്കൽ ലെൻസിൽ 2 ഫോക്കസും ഉണ്ടാവും. അതായത് ഫോക്കൽ ലെൻസ് കൂടിയതും ഫോക്കൽ ലെൻസ് കുറഞ്ഞതും 2 ലെൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മൊത്തം ഈ 3 ഡിഫക്റ്റും നമുക്ക് എളുപ്പത്തിൽ എക്സാമിൽ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇതേപോലെ ഏജിങ് കൊണ്ടുള്ള മറ്റൊരു ഡിഫക്റ്റാണ് കാറ്ററാക്ട്. നിങ്ങൾക്കറിയായിരിക്കും. അവർ ഐലൻഡ്സ് ബിക്കം മിൽക്കി ആൻഡ് ക്ലൗഡി. ദ ക്രിസ്റ്റലൈൻ ലെൻസ് ഓഫ് പീപ്പിൾ അറ്റ് ഓൾഡ് ഏജ് ബിക്കംസ് മിൽക്കി ആൻഡ് ക്ലൗഡി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് കാറ്ററാക്ട്. ദിസ് കോസസ് പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ. ഈ കാറ്ററാക്ട് നമ്മൾ സർജറി ചെയ്തിട്ടില്ലെങ്കിൽ അത് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ നമ്മളെ കാഴ്ചശക്തി നഷ്ടപ്പെടും. ഓക്കെ. ഇറ്റ് ഈസ് പോസിബിൾ ടു റീസ്റ്റോർ വിഷൻ ത്രൂ കാറ്ററാക്ട് സർജറി. കാറ്ററാക്ട് സർജറി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വിഷൻ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ്, ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഡിഫക്റ്റ് ഈസ് അസ്റ്റിഗ്മാറ്റിസം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മളെ വിഷൻ ബ്ലറി ആകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിത്തൗട്ട് അസ്റ്റിഗ്മാറ്റിസം നമ്മളെ വിഷൻ ക്ലിയർ ആണ്. വിത്ത് അസ്റ്റിഗ്മാറ്റിസം വിഷൻ ബ്ലറി ആകുന്നതാണ്. വിഷൻ ബ്ലറി ആകുന്ന കണ്ടീഷനാണ് നമ്മൾ astigmatism എന്ന് പറയുന്നത്. ഓക്കെ. astigmatism is a common vision condition where the eye's cornea or lens has an uneven egg-like curve instead of a perfect sphere. അത് നമ്മുടെ ഐൻ്റെ സ്ട്രക്ചർ പെർഫെക്റ്റ് സ്ഫിയർ ആകുന്നതിന് പകരം ഒരു എഗ് ലൈക്ക് ഒരു നമ്മൾ ഓവൽ ഷേപ്പിലേക്ക് മാറുന്നു. അതാണ് നമ്മുടെ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ. കോസിങ് എ ബ്ലേഡ് ഓർ ഡിസ്റ്റോർട്ടഡ് വിഷൻ അറ്റ് ഓൾ ഡിസ്റ്റൻസസ്. ഐ സ്ട്രെയിൻ ആൻഡ് ഹെഡ് ഏക്സ് ബിക്കോസ് ലൈറ്റ് ഫോക്കസസ് അൺഇവൻലി ഓൺ ദ റെറ്റിന. റെറ്റിനയിൽ അൺഇവൺ ആയിട്ടാണ് ലൈറ്റ് ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വിഷൻ നമുക്ക് ബ്ലറി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് ഓഫൺ പ്രസന്റ് ഫ്രം ബർത്ത്. അത് ബർത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് ഈ അസ്റ്റിഗ്മാറ്റിസം. ഓക്കെ. ക്യാൻ ഒക്കർ വിത്ത് നിയർ സൈറ്റഡ്നെസ് ഓർ ഫാർ സൈറ്റഡ്നെസ് ആൻഡ് ഈസ് കറക്റ്റഡ് വിത്ത് ഗ്ലാസസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓർ കോണ്ടാക്ട് ലെൻസസ് ഓർ റിഫ്രാക്റ്റീവ് സർജറി വഴിയും കറക്റ്റ് ചെയ്യാം. ലൈക്ക് ലേസർ യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ലേസിക് ട്രീറ്റ്മെന്റ് വിത്ത് ജെനറ്റിക്സ് പൊട്ടൻഷ്യലി പ്ലേയിങ് എ റോൾ ഇൻ ഇറ്റ്സ് ഡെവലപ്മെന്റ്. ജെനറ്റിക്സ് ആണ്, അതായത് നമ്മളെ ഹെറിഡിറ്റി പാരമ്പര്യം ജെനറ്റിക്സ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അസ്റ്റിഗ്മാറ്റിസം. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എക്സാമിന് ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ദിസ് ഈസ് എ പ്രിസം, റൈറ്റ്? വാട്ട് ഈസ് എ പ്രിസം? A prism is a transparent triangular object which refract light. ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ ഒപ്റ്റിക്കൽ ഒബ്ജക്റ്റ് ആണ് നമ്മൾ എന്ത് പറയുക? പ്രിസം എന്ന് പറയുക. ഓക്കെ. വെൻ വൈറ്റ് ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ, ഇവിടെ ശ്രദ്ധിച്ചോളൂ,
ഇതാണ് നമ്മുടെ പ്രിസം. ദിസ് ഈസ് അവർ triangular prism, right? And this angle is called the angle of prism. Angle of prism. In the case of an equilateral prism, that angle is 60 degree. ഈ ആംഗിൾ ആണ് പ്രിസത്തിന്റെ ആംഗിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈറ്റ് എൻ്റർ ചെയ്യാണ് പ്രിസത്തിലേക്ക്. സോ പി ക്യു, ദിസ് ഈസ് അവർ ഇൻസിഡന്റ് റേ പി ക്യു. ഇതാണല്ലോ നോർമൽ, ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലെ നോർമൽ ഇതാണല്ലോ. So this is our angle of incidence, right? This is our angle of incidence. ഇവിടെ പുറമെ എയർ ആണ്. ഓക്കെ, ഇത് ഗ്ലാസ് ആണ്. ഇവിടെ പിന്നെയും പുറമെ എയർ ആണ്. അപ്പം എയർ ടു ഗ്ലാസ് ആണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെയറർ മീഡിയ ആണ്. എയർ റെയറർ മീഡിയ ആണ്. ഗ്ലാസ് ഡെൻസർ മീഡിയ ആണ്. സോ റെയറർ ടു ഡെൻസർ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ബെൻഡ് ടുവാർഡ്സ് നോർമൽ ആണ്. ഓക്കെ, റെയർ ടു ഡെൻസർ ആണെങ്കിൽ ബെൻഡ് ടുവാർഡ്സ് നോർമൽ ആണ്. സോ ഇത് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഇതാണല്ലോ നോർമൽ. നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇതാണ് നമ്മൾ സെക്കൻഡ് മീഡിയം. അതായത് സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ നിന്ന് അടുത്ത സെക്കൻഡ് റിഫ്രാക്ഷൻ നടക്കുന്നത് ഗ്ലാസ് ടു എയർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പോയിന്റിൽ നോർമൽ ഇതല്ലേ, ഇതാണ് നമ്മുടെ ഈ പോയിന്റിലെ നോർമൽ. ഓക്കെ ആണല്ലോ. ഇവിടെ നടക്കുന്നത് ഡെൻസർ ടു റെയർ അല്ലേ, എയർ പിന്നെയും റെയർ ആണ്. ഇപ്പോൾ ഡെൻസർ ടു റെയർ ആണ്, ബെൻഡ് അവേ ഫ്രം നോർമൽ, നോർമലിൽ നിന്ന് അവേ ആയിട്ട് ബെൻഡ് ചെയ്യും. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകേണ്ട ലൈറ്റ് റേ പ്രിസത്തിൽ എങ്ങനെയാ പോകുന്നത്? അതായത് ഇങ്ങനെ എൻ്റർ ചെയ്തു അല്ലേ, ഇങ്ങോട്ടേക്ക് പോയി തിരിച്ചിങ്ങോട്ട്. ഇവിടെ കുറച്ച് ടേംസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് ടേം നമ്മൾ പറഞ്ഞു, ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദിസ് ഈസ് അവർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, റൈറ്റ്? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക, സോറി ഇൻസിഡന്റ് റേ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇൻസിഡന്റ് റേ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇൻസിഡന്റ് റേ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ പ്രിസത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേനെ നമ്മൾ എമേർജന്റ് റേ എന്ന് പറയും. എമേർജന്റ് റേ, എമേർജന്റ് റേ. ഓക്കെ ആണല്ലോ. ഈ എമേർജന്റ് റേയും എക്സ്റ്റെൻഡ് ചെയ്യുക പുറകോട്ടേക്ക്. സിമ്പിൾ ആണ്. ഇൻസിഡന്റ് റേ, ഇതല്ല നമ്മുടെ ഇൻസിഡന്റ് റേ. ദിസ് ഈസ് അവർ ഇൻസിഡന്റ് റേ and this is our emergent ray and this is refracted ray, right? ഈ ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ആംഗിൾ കിട്ടും. ആംഗിൾ, ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ഡി. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻസിഡന്റ് റേ, ഫസ്റ്റ് സർഫേസിലെ നോർമൽ. ഓക്കെ, ദിസ് ഈസ് റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദിസ് ആംഗിൾ ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദിസ് ആംഗിൾ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി അവർ എമർജന്റ് റേ, RS. RS is our emergent ray. Okay, and when you extend this incident rays and refracted ray, they will meet at a point and they make an angle and that angle is called angle of deviation. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതല്ലേ നമ്മുടെ എമർജന്റ് റേ. എമർജന്റ് റേ നോർമലുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുമല്ലോ. എമർജന്റ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ പറയും ആംഗിൾ ഓഫ് എമർജൻസ്. ആംഗിൾ ഓഫ് എമർജൻസ്, ആംഗിൾ ഓഫ് എമർജൻസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, എമർജന്റ് റേ. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, ദെൻ അവിടെ വരുന്ന വേറൊരു ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് എമർജന്റ് റേ. പിന്നെ ആംഗിൾ ഓഫ് പ്രിസം. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ഇൻവോൾവ്സ് ലൈറ്റ് ബെൻഡിങ് ട്വൈസ്. ലൈറ്റ് ബെൻഡിങ് ട്വൈസ് as it enters and exits the transparent angled surface, causing it to deviate from its original path, right, and emerge at a different angle not parallel to the incident rays. നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രിസം. ഓക്കെ ആണല്ലോ. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് റിഫ്രാക്ഷൻ. ഓക്കെ, ഫസ്റ്റ് റിഫ്രാക്ഷൻ ചെയ്തു, ഡീവിയേഷൻ ചെയ്തു. ഈ പോയിന്റിൽ വെച്ച് നമ്മുടെ സെക്കൻഡ് റിഫ്രാക്ഷൻ നടക്കും. ഓക്കെ ആണല്ലോ, ഡീവിയേഷൻ നടക്കും. അതാണ് പറഞ്ഞത് ഇൻവോൾവ്സ് ലൈറ്റ് ബെൻഡിങ് ട്വൈസ് as it enters and exits the transparent angled surface, causing it to deviate from its original path and emerge at a different angle. നമ്മൾ ഇൻസിഡന്റ് ചെയ്ത ആംഗിളിലല്ലോ എമർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ ആംഗിൾ. ഇൻസിഡന്റ് ചെയ്ത ആംഗിളിലല്ലോ അത് എമർജ് ചെയ്യുന്നത്. എമർജ് ചെയ്യുന്ന ആംഗിൾ ഡിഫറെന്റ് ആംഗിളിലായിരിക്കും. ഓക്കെ ആണല്ലോ.
ആൻഡ് നോട്ട് പാരലൽ ടു ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ ഇതല്ലേ, ഇതിന് പാരലൽ ആണോ എമർജന്റ് റേ? അല്ല, they are non parallel. Okay, next we are going to discuss about dispersion. What is dispersion? Already പറഞ്ഞിരുന്നു, when white light strikes on a prism, it splits into its component colors. White light strikes on a prism, it splits into component colors. This phenomenon is called dispersion, right? നമ്മൾ ഇനി പറയാൻ പോകുന്ന why this dispersion, എന്തുകൊണ്ടാണ് വൈറ്റ് ലൈറ്റ് എയറിലേക്ക് കൂടി പോകുമ്പോൾ ഡിസ്പേർഷൻ നടക്കാത്തത്, എന്തുകൊണ്ടാണ് ഇത് ഗ്ലാസ് പ്രിസത്തിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മാത്രം 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്, തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മക്കളെ, ഈ 7 കളേഴ്സ് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി 7 കളേഴ്സ് അല്ല, മില്യൺസ് ഓഫ് കളേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ കമ്പണന്റ് കളേഴ്സ് എന്ന് പറയുന്നത്, മില്യൺസ് ഓഫ് കളേഴ്സ്. അത് വയലറ്റ് തന്നെ പല കളേഴ്സ് കൂടി ചേർന്നതാണ് വയലറ്റ്. ക്ലിയർ? പിന്നെ വിബ്ജിയോർ, ഐ, ഇൻഡിഗോ ആണ്. ഇൻഡിഗോ തന്നെ പല കളേഴ്സ് ഉണ്ട്, ബ്ലൂ തന്നെ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത് മില്യൺസ് ഓഫ് കളേഴ്സ് ആണ്. പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ 7 കളേഴ്സ് എന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് സ്പെക്ട്രം എന്നൊക്കെ നോക്കാം. So what is dispersion? The phenomenon of splitting up of white light into its component colors is called dispersion. And what is this component colors? Simply നമ്മൾ പറയും വിബ്ജിയോർ, violet, indigo, blue, green, yellow, orange, red. And this band of colors is called a spectrum. ഈ ബാൻഡ് ഓഫ് കളേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് സ്പെക്ട്രം. വാട്ട് ഈസ് സ്പെക്ട്രം? സ്പെക്ട്രം ഈസ് എ ബാൻഡ് ഓഫ് കളേഴ്സ്. ഒരു ബാൻഡ് ഓഫ് കളേഴ്സ് നമ്മൾ പറയുന്ന, സിമ്പിളായിട്ട് പറയുന്ന പേരാണ് സ്പെക്ട്രം. ഓക്കെ, ഹിയർ വിബ്ജിയോർ ഈസ് എ സ്പെക്ട്രം. വി ഫോർ വയലറ്റ്, റൈറ്റ്? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. വയലറ്റ്, ഐ ഇൻഡിഗോ, റൈറ്റ്? ബി ബ്ലൂ, ജി ഗ്രീൻ, വൈ യെല്ലോ, O orange, or red. Okay, this is a spectrum. Next we are going to discuss about the cause of dispersion. Why this dispersion? എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ നടക്കുന്നത്? എയറിൽ എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ നടക്കാത്തത്? സിമ്പിൾ കാര്യമാണ്. അതായത് ലൈറ്റ് റേ എയറിൽ ട്രാവൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ കളേഴ്സ് ആണ്. വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കളറും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് വൈറ്റ് ലൈറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ കളേഴ്സ്. അതായത് വൈറ്റ് ലൈറ്റ് എയറിലേക്ക് കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അതിലുള്ള ഇൻഡിവിജ്വൽ കളേഴ്സിൻ്റെ ഒക്കെ വെലോസിറ്റി സെയിം ആയിരിക്കും, അത് സ്പീഡ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഓൾ കളേഴ്സ് മൂവ് വിത്ത് സെയിം സ്പീഡ് ഇൻ എയർ. ബട്ട് ഇൻ ദ കേസ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ടു പ്രിസത്തിൽ എൻ്റർ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ സ്പീഡ് വേരി ചെയ്യും, ഈ കളേഴ്സിൻ്റെ. അതായത് അതിലുള്ള വയലറ്റ് മൂവ് ചെയ്യുന്ന പോലെയല്ല ഇൻഡിഗോ മൂവ് ചെയ്യുക, അത് സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെയല്ല റെഡ് മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് പ്രിസം ഓൾ ദി ഇൻഡിവിജ്വൽ കളർ മൂവ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്സ്, റൈറ്റ്? അതുകൊണ്ടാണ് നമുക്കത് സെപ്പറേറ്റ് കളേഴ്സ് ആയിട്ട് കാണാൻ പറ്റുന്നത്, റൈറ്റ്? സോ ദ ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് occurs. The dispersion of white light occurs because colors of white light travel at different speeds through the glass prism. ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു. Okay, the amount of refraction depends on the speed of colored light of glass in glass, right? Now since the different colors travel at different speeds, they are refracted different angles on passing through the glass prism. അല്ലെ, ഡിഫറെന്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് റിഫ്രാക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ആംഗിൾസിലായിരിക്കും. ഓർമ്മിച്ച് നോക്കണം, റൈറ്റ് ആണ്. When white light consisting of 7 colors falls on a glass prism, each color in it is refracted by different angle with the result that 7 colors spread out to form a spectrum. ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വൈ ദിസ് റിഫ്രാക്ഷൻ അല്ലെ കോസ് ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യമാണ് എഴുതേണ്ടത്. ഇൻ എയർ all the colors move with the same speed, but when it enters the prism, its color speed varies with the വേവ് ലെങ്ത് ഓഫ് ഇൻഡിവിജ്വൽ കളേഴ്സ്. അതായത് ഓരോ കളേഴ്സിൻ്റെയും വേവ് ലെങ്ത് അനുസരിച്ചാണ് ഇത് വേരി ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഐഡിയ ശ്രദ്ധിച്ചോളൂ. നമുക്ക് വിബ്ജിയോർ ആണല്ലോ, വയലറ്റ്, ഇൻഡിഗോ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ വയലറ്റിൻ്റെ വേവ് ലെങ്ത് ഏറ്റവും കുറവും റെഡിൻ്റെ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലാണ്. വേവ് ലെങ്ത് എന്താണ്? ലെങ്ത് ഓഫ് ഒരു വേവ്, സിമ്പിൾ വേവ് ആണ്. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയിട്ടാണ് നമ്മൾ 9th പഠിച്ചാണ് ഒരു വേവ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വേവിൻ്റെ ലെങ്ത് ആണ് എന്ത്? വേവ് ലെങ്ത് അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ
ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ലെങ്ത്, ഇതാണ് എന്ത്, ഒരു വേവിന്റെ ലെങ്ത്, വേവ് ലെങ്ത്. അല്ലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പോയിന്റ്സ് വിച്ച് ആർ ഇൻ സെയിം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ പോയിന്റും ഈ പോയിന്റും നല്ല സെയിം ആണ്, ഒരു വേവിന്റെ ലെങ്ത് ആണ് വേവ് ലെങ്ത്. ഓക്കെ, ഇതില് വയലറ്റിന്റെ വേവ് ലെങ്ത് അറൗണ്ട് വാല്യൂ ആണ് പറയുന്നത് 400 നാനോമീറ്ററും റെഡിന്റെ വേവ് ലെങ്ത് അറൗണ്ട് 700 നാനോമീറ്റർ ആണ്. വാട്ട് ഈസ് നാനോമീറ്റർ? നാനോമീറ്റർ മീൻസ് 400 into 10 raised to minus 9 meter. This is 700 into 10 raised to minus 9 meter. വയലറ്റിന്റെ വേവ് ലെങ്ത് ഏറ്റവും കുറവും റെഡിന്റെ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും. ഈ വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് മക്കളെ ഈ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത് പ്രിസത്തിന്റെ ഉള്ളിൽ. എയറിലെല്ലാം ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ക്ലാസ്സിലെത്തുമ്പം ഈ വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ് കൊണ്ട് ഇതെന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ, ഈ ഐഡിയ ഒന്ന് ഓർമ്മിച്ച് വെച്ചോ. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുക വയലറ്റിനാണ്. വയലറ്റിന് ഡീവിയേഷൻ കൂടുതലും റെഡിന് ഡീവിയേഷൻ കുറവായിരിക്കും. വയലറ്റിന് ഡീവിയേഷൻ കൂടുതലും റെഡിന് ഡീവിയേഷൻ കുറവായിരിക്കും. ഓർമ്മിച്ച് നോക്കണം. ഓക്കെ ഓക്കെ റൈറ്റ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ പ്രിസം അല്ലേ. ലൈറ്റ് വന്ന് എൻ്റർ ചെയ്തു. ഇത് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം താഴെയാണ് വയലറ്റ് വരുന്നത്. ഓർമ്മിച്ച് വെക്കണേ, താഴെ വയലറ്റും മുകളിൽ റെഡുമാണ്. താഴെയാണ് വയലറ്റ് വരുന്നത്, മുകളിലാണ് റെഡ് വരുന്നത്. അപ്പം ഡീവിയേഷൻ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡിന് ഡീവിയേഷൻ കുറവും വയലറ്റിന് ഡീവിയേഷൻ കൂടുതലുമാണ്. വയലറ്റ് താഴെ വരുന്നതുകൊണ്ട് വയലറ്റിന് ഡീവിയേഷൻ കൂടുതലാണ്, റെഡിന് ഡീവിയേഷൻ കുറവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വയലറ്റിന് വേവ് ലെങ്ത് കുറവ്, ഡീവിയേഷൻ കൂടുതൽ. വേവ് ലെങ്ത് കുറവുള്ള ലൈറ്റിന് ഡീവിയേഷൻ കൂടുതലും, റെഡിന് വേവ് ലെങ്ത് കൂടുതൽ, ഡീവിയേഷൻ കുറവ്. ഓക്കെ, നോക്കിക്കോളൂ. ഇൻ ഗ്ലാസ് ആൻഡ് വാട്ടർ റെഡ് ട്രാവൽസ് ക്വിക്കസ്റ്റ് ആൻഡ് വയലറ്റ് സ്ലോവസ്റ്റ്. ഈ കാര്യം കൂടി ഓർമ്മിച്ച് നോക്കണം. റെഡാണ് കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുക, വയലറ്റിന് സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്യാം. വയലറ്റ് ലീസ്റ്റ് വേവ് ലെങ്ത്, maximum deviation and less speed. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം വയലറ്റിന്റെ കേസിൽ. ഓക്കെ ആണല്ലോ. ലീസ്റ്റ് വേവ് ലെങ്ത് ഏറ്റവും കുറവും, മാക്സിമം ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ, ലെസ് സ്പീഡ് ഏറ്റവും സ്പീഡ് കുറവ്. റെഡിന്റെ കേസിൽ വേവ് ലെങ്ത് മാക്സിമം വേവ് ലെങ്ത് അല്ലെ ഹൈ വേവ് ലെങ്ത്. ഓക്കെ, മിനിമം ഡീവിയേഷൻ ഏറ്റവും ഡീവിയേഷൻ കുറവ്, മിനിമം ഡീവിയേഷൻ. ഓക്കെ, ക്വിക്കസ്റ്റ് ആയിരിക്കും, ഏറ്റവും സ്പീഡ് കൂടുതൽ റെഡിനായിരിക്കും. ഈ 3 കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസിനെല്ലാം, ഡിസ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പറ്റുമെങ്കിൽ വയലറ്റിൻ്റെ വേവ് ലെങ്ത്തും കൂടി ഒന്ന് ഓർമ്മിച്ച് നോക്കുക. അറൗണ്ട് 400 നാനോമീറ്റർ ആണ് വയലറ്റിൻ്റെ വേവ് ലെങ്ത്ത്. റെഡിൻ്റെ വേവ് ലെങ്ത്ത് അറൗണ്ട് 750 to 750 നാനോമീറ്റർ ആണ് റെഡിൻ്റെ വേവ് ലെങ്ത്ത്. ഓക്കെ ആണല്ലോ. നമ്മളിങ്ങനെ നമ്മൾ വൈറ്റ് ലൈറ്റിനെ പ്രിസത്തിലേക്ക് കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഈ സ്പ്ലിറ്റ് ചെയ്ത കളറിനെ തിരിച്ച് നമുക്ക് വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അത് നമ്മൾ റീകോമ്പിനേഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് റീകോമ്പിനേഷൻ ഓഫ് 7 കളേഴ്സ് ടു ഫോം വൈറ്റ് ലൈറ്റ്. ഒന്നും ചെയ്യേണ്ട, സിമ്പിൾ ആണ്. ബൈ പ്ലേസിങ് അനദർ പ്രിസം ഇൻ ഇൻവേർട്ടഡ് പൊസിഷൻ, ദാറ്റ് ഈസ് ഇൻ അപ്സൈഡ് ഡൗൺ പൊസിഷൻ. അതായത് ഫസ്റ്റ് പ്രിസത്തിന്റെ തൊട്ടരികിൽ വേറൊരു പ്രിസം അപ്സൈഡ് ഡൗൺ മാനറിൽ, അതായത് ഇൻവേർട്ടഡ് മാനറിൽ. ഇതാ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിസം അല്ലേ. വൈറ്റ് ലൈറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾ വേറൊരു പ്രിസം അപ്സൈഡ് ഡൗൺ മാനറിൽ,
അല്ലെ ഇൻവേർട്ടഡ് പൊസിഷനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് 7 കളേഴ്സ് അഗെയിൻ റീകമ്പൈൻ ടു ഫോം വൈറ്റ് ലൈറ്റ്. എന്ത് കളറായിട്ട് മാറും? വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറും. ദിസ് ഈസ് കോൾഡ് റീകമ്പിനേഷൻ ഓഫ് 7 കളേഴ്സ്. Our next topic is formation of rainbow, which is an application of dispersion. Dispersion ഒരു natural application ആണ്, ഒരു phenomenon ആണ് rainbow. Okay, formation of rainbow. What is a rainbow? A rainbow is a natural spectrum of white light. White lightന്റെ ഒരു natural spectrum ആണ് rainbow. എങ്ങനെയാണ് ഈ rainbow ഫോം ചെയ്യുന്നത്? rainbow ഫോം ചെയ്യുന്നത് ദിസ് മോസ്റ്റ്ലി ആഫ്റ്റർ എ റെയിൻ ഷവർ. ഒരു റെയിൻ ഷവറിന് ശേഷം അല്ലെങ്കിൽ ഏർലി മോർണിംഗിലൊക്കെയാണ് നമ്മൾ റെയിൻബോ മിക്കവാറും ഫോം ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മുടെ എയറിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെ വാട്ടർ കണ്ടന്റ് ഉള്ള ടൈമിലാണ് ഈ റെയിൻബോ ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പ്രസന്റ് ഇൻ എയർ ആക്ട് ലൈക്ക് സ്മോൾ പ്രിസം അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പ്രിസത്തിലേക്ക് കൂടി ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഡിസ്പേർഷൻ നടക്കുന്നത്. അതേപോലെ ഈ എയറിലുള്ള ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഈ പ്രിസം പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇത് വൈറ്റ് ലൈറ്റിനെ എന്ത് ചെയ്യിക്കും? ഡിസ്പേഴ്സ് ചെയ്യിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? റെയിൻബോ ഫോം ചെയ്യുന്നത്. കുറച്ച് പോയിന്റ്സ് ഓർമ്മിച്ച് നോക്കുക റെയിൻബോൻ്റെ കേസിൽ. ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് റെയിൻബോ? എ റെയിൻബോ ഈസ് എ നാച്ചുറൽ സ്പെക്ട്രം ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ ഒരു നാച്ചുറൽ സ്പെക്ട്രം ആണ് എന്ത്? റെയിൻബോ. ഓക്കെ ആണല്ലോ. സെക്കൻഡ് പോയിന്റ്, ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പ്രസന്റ് ഇൻ എയർ ആക്ട്സ് ലൈക്ക് സ്മോൾ പ്രിസം. എയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചെറിയ പ്രിസം പോലെ ബിഹേവ് ചെയ്യും. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് എ റെയിൻബോ ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് സൺലൈറ്റ്. അതായത് നമ്മളിപ്പോൾ റെയിൻബോ അവിടെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകിലായിരിക്കും സൺ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. എ റെയിൻബോ ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് സൺ. സണ്ണിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റെയിൻബോ ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ റെയിൻബോയിൽ നടക്കുന്ന പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കോളൂ. ആഫ്റ്റർ റെയിൻ ദർ ആർ മെനി ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ ദ എയർ. വെൻ സൺലൈറ്റ് ഫാൾസ് ഓൺ ദീസ് ഡ്രോപ്ലെറ്റ്സ് ആക്ട്സ് ലൈക്ക് സ്മോൾ ടൈനി പ്രിസംസ്. When sunlight falls on these droplets, the rays gets first refracted, നമുക്ക് പറയാം, then internal refracted and then refracted again. അപ്പോൾ 2 റിഫ്രാക്ഷനും ഒരു റിഫ്ലക്ഷനും ഓർമ്മിച്ച് നോക്കണം. 2 റിഫ്രാക്ഷൻ, ഫസ്റ്റ് റിഫ്രാക്ഷൻ, then internal reflection, then refraction. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം നടക്കുന്നുണ്ട്. എന്താണത്? ഡിസ്പേർഷൻ. സോ റിഫ്രാക്ഷൻ നടക്കുന്നതിൻ്റെ ഒരുമിച്ച് തന്നെ ആരും നടക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ്റെ ഒരുമിച്ചിട്ട് തന്നെ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. റിഫ്രാക്ഷൻ നടക്കുന്ന ടൈമിൽ തന്നെ 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. റിഫ്രാക്ഷൻ്റെ ഒരുമിച്ച് ഡിസ്പേർഷൻ നടക്കും, അതിനുശേഷം ഇന്റേണലി റിഫ്ലക്ഷൻ നടക്കും, പിന്നെ ഒരു റിഫ്രാക്ഷൻ. 2 റിഫ്രാക്ഷൻ, ഒരു ഡിസ്പേർഷൻ, ഒരു ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. This is our tiny water droplet and it behaves like a small prism. നമ്മൾ വൈറ്റ് ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഫസ്റ്റ് റിഫ്രാക്ഷൻ നടക്കും. അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്തും നടക്കും? ഡിസ്പേർഷൻ നടക്കും. അപ്പോൾ ഇത് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ സെക്കൻഡ് പോയിന്റിൽ ഇവിടെ വെച്ചിട്ട് ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഇന്റേണൽ റിഫ്ലക്ഷൻ, ഇതാണ് ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ അത് തിരിച്ചു വന്നു, ഇന്റേണലി റിഫ്ലക്റ്റ് ചെയ്തു. ഈ സെക്കൻഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് അഗെയിൻ റിഫ്രാക്ഷൻ, സെക്കൻഡ് റിഫ്രാക്ഷൻ നടന്നു. ആൻഡ് ഇറ്റ് റീച്ച് ദി ഒബ്സർവേഴ്സ് ഐ ആസ് 7 കളേഴ്സ്. കാണാൻ പറ്റും, റെഡ് താഴെയും വയലറ്റ് മുകളിലും. ശ്രദ്ധിക്കണം, ഒബ്സർവേഴ്സ് അതിൻ്റെ ഐയിൽ കാണുന്നത് റെഡ് താഴെയും വയലറ്റ് മുകളിലുമായിരിക്കും. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഇന്റേണലി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഇന്റേണലി റിഫ്ലക്റ്റ് ചെയ്യുമ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. റെഡ് താഴെയും വയലറ്റ് മുകളിലുമായിട്ടാണ്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് വരക്കുമ്പോൾ ഓർമ്മിച്ച് വെക്കുക. സോ പറഞ്ഞു, ഡ്യൂ ടു ദിസ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് സൺലൈറ്റ് ആർ ബെൻഡ് അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ് ആൻഡ് വി സി എ സ്പെക്ട്രം ഇൻ ദ ഫോം ഓഫ് എ റെയിൻബോ. ഓക്കെ ആണല്ലോ. അപ്പോൾ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സാമിന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഫിഗർ വേണം,
എക്സാമിന് ഈ ഫിഗർ കാണിക്കണം. ഓക്കെ, അവിടെ നടക്കുന്ന പ്രോസസ് എന്തൊക്കെയാണ്? റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, അത് ഒരുമിച്ചാണ്. ഫസ്റ്റ് റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, ദെൻ ഇന്റേണൽ റിഫ്ലക്ഷൻ, അഗെയിൻ റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പം പോയിന്റ്സ് എന്തൊക്കെയാണ്? റെയിൻബോ ഇസ് എ നാച്ചുറൽ സ്പെക്ട്രം ഓഫ് സൺലൈറ്റ്, റൈറ്റ്? ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് sun. Tiny water droplets present in the atmosphere acts like small prisms. When white light strikes on sunlight strikes on this prism, it undergo refraction and dispersion, and it undergo internal reflection, again the refraction. Okay, it undergo refraction, then it reaches the observer's eye as spectrum of 7 colors. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഫുൾ കൺസെപ്റ്റ് ക്ലിയർ ആണ്, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ഈ ഫിഗർ കൂടി വരച്ചു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ മീഡിയം ചേഞ്ച് ഉണ്ടാവണം. സോ റിഫ്രാക്ഷൻ ഇസ് ദി ബെൻഡിങ് ഓഫ് ലൈറ്റ് ആൻഡ് ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം അല്ലേ. പക്ഷേ ഇവിടെ ദ റിഫ്രാക്ഷൻ കോസ്ഡ് ബൈ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അതായത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് തന്നെ ലൈറ്റിന് റിഫ്രാക്ഷൻ നടക്കും. അതായത് മീഡിയം ചേഞ്ച് ചെയ്യാതെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ലൈറ്റിന് റിഫ്രാക്ഷൻ നടക്കും. കാരണം നമുക്ക് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ വി ക്യാൻ കൺസിഡർ ആസ് ഇറ്റ് ഈസ് സെവറൽ ലെയേഴ്സ് ഓഫ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. അതായത് എർത്തിനോട് ചേർന്ന്, എർത്തിന്റെ സർഫേസിനോട് ചേർന്ന് നിൽക്കുന്ന ലെയർ ഡെൻസർ ആയിരിക്കും, അതായത് ചൂട് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഡെൻസർ ആയിരിക്കും. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് കൂളറാവും. അപ്പോൾ എർത്തിന്റെ സർഫേസിൽ തന്നെ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ പല ലെയേഴ്സ് ഓഫ് എയർ വരും. ഡെൻസർ റെയർ അങ്ങനെയൊക്കെ വരും. അപ്പം എർത്തിന്റെ സർഫേസ് തന്നെ ലൈറ്റിന് എന്ത് നടക്കും? റിഫ്രാക്ഷൻ നടക്കും. ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ റിഫ്രാക്ഷൻ ആണ് നമ്മൾ അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ. In the atmosphere, we have several layers of air, layers having different optical densities, right? The refraction of light caused by Earth's atmosphere, the refraction of light caused by Earth's atmosphere having layer of air varying optical densities is called atmospheric refraction. Okay. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിപ്പം തീയൊക്കെ കത്തുമ്പോൾ അതിൻ്റെ മുകളിലുള്ള എയർ ഫ്ലിക്കർ ചെയ്യുന്ന കാണാൻ പറ്റും. അതിലേ കൂടി നമ്മൾ നോക്കുമ്പം അവിടെയുള്ള എയർ അതായത് നമുക്ക് അതിൻ്റെ പുറകിലുള്ള വസ്തുക്കളൊന്നും കാണാൻ പറ്റില്ല. ഒരു വേഗമായിട്ട് അവിടെ ഒരു ഫ്ലിക്കറിങ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലുള്ള എയറിൽ ഒരു ഫ്ലിക്കറിങ് കണ്ടു. ഇതിപ്പം ഫ്ലിക്കറിങ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഹോട്ട് എയർ. ദ ഒബ്ജക്റ്റ് യു see through the unstable hot air appears blade. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒബ്ജക്റ്റ് ഒരു ബ്ലേഡ് ആയിട്ടല്ലേ ഉള്ളത്. ഓക്കെ ആണല്ലോ. We know that when light travels from medium to another, refraction takes place. In the atmosphere, the layers of air having different optical densities, different layers air have different refractive index. That is, air in upper atmosphere is optically rare. ഞാൻ പറഞ്ഞിരുന്നു മുകളിലുള്ളത് റെയർ ആയിരിക്കും, താഴെയുള്ള ലെയർ ഡെൻസർ ആയിരിക്കും. ഓക്കെ. ആൻഡ് എയർ ഇൻ ലോവർ അറ്റ്മോസ്ഫിയർ ഈസ് ഒപ്റ്റിക്കലി ഡെൻസർ. അതായത് എയർ തന്നെ നമ്മുടെ എർത്താണെന്ന് കരുതിക്കോളും. എർത്തിന്റെ എയറിൽ തന്നെ, അറ്റ്മോസ്ഫിയറിൽ തന്നെ ലെയേഴ്സ് ഓഫ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ആർ ഫോംഡ്. ക്ലിയർ? അതായത് താഴെയുള്ള ഈ ലെയർ എന്തായിരിക്കും? ഇവിടെ കമ്പാരിറ്റീവ്ലി ഡെൻസർ ആയിരിക്കും. തൊട്ട് മുകളിലെ ലെയർ എന്തായിരിക്കും? റെയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ തന്നെ ലൈറ്റിന് എന്ത് നടക്കും? ഡെൻസർ ലൈറ്റ് മുകളിൽ നിന്ന് താഴേക്കല്ലേ വരുന്നത്. സൺലൈറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം ഇവിടുന്ന് റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പം ഇറ്റ് ബെൻഡ് ടുവാർഡ്സ് നോർമൽ. ക്ലിയർ ആണല്ലോ. ആ അറ്റ്മോസ്ഫിയറിൽ തന്നെ ലൈറ്റിന് എന്ത് നടക്കും? ബെൻഡിങ് നടക്കും. ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫ്ലിക്കറിംഗ് ഓഫ് ഒബ്ജക്ട്സ്. That is, for example, the object you seen through unstable hot air appears blurred or flickering. അല്ലേ? നമ്മളിപ്പം ഇവിടെ നമുക്ക് ഫയർ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലെ കൂടി നമ്മൾ നോക്കുമ്പം ഈ ഫയറിന് തൊട്ട് മുകളിലുള്ള എയർ നമുക്ക് ബ്ലേഡ് ആയിട്ട് കാണും. അവിടെ ഒരു ബ്ലെയറിങ് ഉണ്ടാവും. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. ഈ ഒബ്ജക്റ്റ് നമ്മൾ ഫയറിൻ്റെ ഉള്ളിലെ കൂടി നോക്കുമ്പം അതൊരു ബ്ലേഡ് ആയിരിക്കും. ക്ലിയർ വിഷൻ പോസിബിൾ ആവില്ല.
ഇതിൻ്റെ കാരണം അവിടെ ലൈറ്റിന് എന്ത് നടക്കുന്നുണ്ട്, ആ എയറിൽ വെച്ച് ലൈറ്റിന് എന്ത് നടക്കുന്നുണ്ട്, ഡീവിയേഷൻ ബെൻഡിങ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം ഫയർ തീയാണല്ലോ, അപ്പോൾ തീക്ക് അതിന് തൊട്ട് മുകളിലെ എയർ ഡെൻസർ ആയിരിക്കും, അതിന് മുകളിലേക്ക് വരുമ്പോൾ റെയർ ആവും. ഓക്കെ, അപ്പോൾ ആ ലൈറ്റിൽ അവിടെ വെച്ചിട്ട് ലൈറ്റിന് എന്ത് നടക്കും, ബെൻഡിങ് നടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ബ്ലേഡി വിഷൻ ആയിരിക്കും. ഈ അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷനിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വൈ സ്റ്റാർസ് ടിങ്കിൾ. വൈ സ്റ്റാർസ് ടിങ്കിൾ. സ്റ്റാർസിന് എന്തുകൊണ്ടാണ് ഒരു ടിങ്കിളിങ് എഫക്റ്റ് വരുന്നത്? വൈ സ്റ്റാർസ് ടിങ്കിൾ. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്, വൈ പ്ലാനറ്റ്സ് ഡു നോട്ട് ടിങ്കിൾ. വൈ പ്ലാനറ്റ്സ് ഡു നോട്ട് ടിങ്കിൾ. പ്ലാനറ്റ്സിന് എന്തുകൊണ്ട് ഈ ടിങ്കിളിങ് എഫക്റ്റ് ഇല്ല? ഓക്കെ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അഡ്വാൻസ്ഡ് സൺറൈസ്. അഡ്വാൻസ് സൺറൈസ് ഓർ ഡിലേഡ് സൺസെറ്റ്. ഡിലേഡ് സൺസെറ്റ് or apparent flattening of sun's disk in early mornings and evenings. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഈ റിഫ്രാക്ഷനുമായിട്ട്, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 4 ക്വസ്റ്റ്യൻസ്. എല്ലാ മാക്സിമം കാര്യങ്ങൾ ഞാനിത് പറയുന്നുണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറ്. ഇതിൽ നിന്ന് പുറത്തൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഒന്ന് ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. വൈ സ്റ്റാർസ് ടിങ്കിൾ. എന്തുകൊണ്ടാണ് ഈ സ്റ്റാർസിന് ടിങ്കിളിങ് എഫക്റ്റ് വരുന്നത്? നമ്മൾ ഇവിടെ നിന്ന് അറ്റ്മോസ്ഫിയർ എർത്ത് നമ്മൾ സ്റ്റാർസിനെ നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർസ് ബ്ലിങ്ക് ചെയ്യുന്ന പോലെ കാണുന്നില്ലേ? വൈ സ്റ്റാർസ് ടിങ്കിൾ. ഓക്കെ, നമ്മൾ പ്ലാനറ്റ്സിനെ നോക്കുമ്പോൾ നമുക്ക് ടിങ്കിളിങ് കാണുന്നില്ലല്ലോ. വൈ പ്ലാനറ്റ്സ് ഡു നോട്ട് ടിങ്കിൾ. എന്തുകൊണ്ട് പ്ലാനറ്റ്സ് ടിങ്കിൾ ചെയ്യുന്നില്ല? ദെൻ അഡ്വാൻസ് സൺറൈസ് ഓർ ഡിലേഡ് സൺസെറ്റ്. എന്താണ് അഡ്വാൻസ് സൺറൈസ് എന്നാൽ, ദ സൺ ഈസ് വിസിബിൾ ടു അസ് 2 minutes ബിഫോർ ആക്ച്വൽ സൺറൈസ്. അതായത് സൺറൈസ് ചെയ്യുന്നതിന് 2 മിനിറ്റ് മുന്നേ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും. സിമിലർലി ദ സൺ ഈസ് വിസിബിൾ ടു അസ് 2 minutes ആഫ്റ്റർ ആക്ച്വൽ സൺസെറ്റ്. സൺസെറ്റിന് ശേഷവും നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും 2 minutes വരെ. ഓക്കെ, അതാണ് അഡ്വാൻസ് സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ്. ഓക്കെ, ദെൻ അപ്പാരന്റ് ഫ്ലാറ്റനിങ് ഓഫ് സൺസ് ഡിസ്ക്. അതായത് ഏർലി മോർണിംഗിലും ഈവനിങ്ങിലും സണ്ണിന്റെ ആ സർക്കുലർ ഷേപ്പ് ഒരു ഫ്ലാറ്റനിങ് ആയിട്ട് ഒരു ഓവൽ ഷേപ്പിലേക്ക് മാറും. സണ്ണിന്റെ ഡിസ്ക് ആ സർക്കുലർ ഷേപ്പിൽ നിന്ന് ഒരു ഓവൽ ഷേപ്പിലേക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റീസൺ എന്താണ്? അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് എഴുതേണ്ടത്? ദിസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. വളരെ സിമ്പിളാണ് കാര്യം. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. ബാക്കി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളും കൂടി മാത്രം നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആണ് ടിങ്കിളിങ് ഓഫ് സ്റ്റാർസ്. ടിങ്കിളിങ് ഓഫ് സ്റ്റാർസ് ചോദിച്ചാൽ നിങ്ങളൊരു ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ഹ്യൂമൻ ബീങ്ങിനെ കാണിക്കുക. എന്നിട്ട് അതിന് പുറമെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാറിനെയും കാണിക്കുക. ഓക്കെ ആണല്ലോ? ഈ സ്റ്റാർ എന്നുള്ള ലൈറ്റ് റേ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന കാണിക്കണം. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ എർത്ത്. ഈ എർത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട്, അതായത് എർത്തിനോട് ചേർന്ന സർഫേസ് ഡെൻസർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? മുകളിലേക്ക് പോകുന്നതനുസരിച്ച് റെയറായി വരും. ഇത് റെയറാണ്. തൊട്ട മുകളിലെ പിന്നെയും റെയറാവും. അപ്പോൾ ഇത് ഡെൻസറും അത് റെയറാവും. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറിക്കൊണ്ട് നിൽക്കും. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പോൾ താഴേക്ക് വരുമ്പോൾ ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടിയാന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ് ഗോയിങ് ഡൗൺവേർഡ്സ്. അതായത് മുകളിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. അതായത് മുകളിലേക്ക് വരുമ്പോൾ റെയറായി വരും. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റാറിന്ന് ലൈറ്റ് റേ ഒബ്സർവേഴ്സ് ഐയിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് മുകളിൽ റെയറും താഴെ ഡെൻസറും ഇല്ല. ഇറ്റ് അണ്ടർഗോസ് കണ്ടിന്യൂസ് ബെൻഡിങ്. അതായത് നോർമലിന്റെ അടുത്തേക്ക് വരില്ലേ? റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് വരില്ലേ ചെയ്യുക? ഇറ്റ് അണ്ടർഗോസ് കണ്ടിന്യൂസ് ബെൻഡിങ്. അതായത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബെൻഡ് ആയിട്ടാണ് ഒബ്സർവറിന്റെ ഐയിലേക്ക് എത്തുക. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് മുകളിൽ റെയറായിരിക്കും, തൊട്ട് താഴെ ഡെൻസറായിരിക്കും, റെയറായിരിക്കും, ഡെൻസറായിരിക്കും, റെയറായിരിക്കും, ഡെൻസറായിരിക്കും. താഴേക്ക് വരുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കൂടി വരും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. അപ്പം ഈ ലൈറ്റ് റേ ഇറ്റ് അണ്ടർഗോസ് കണ്ടിന്യൂസ് ബെൻഡിങ് ബിഫോർ റീച്ചിങ് ദി ഒബ്സർവേഴ്സ് ഐ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു ഒബ്സർവറിന്
എവിടെയാ സ്റ്റാറിനെ കാണുക? ഇവിടെ നിൽക്കുന്ന ഒബ്സർവറിന്റെ കേസിൽ സ്റ്റാറിനെ കാണുക. ഇറ്റ് ഈസ് അറ്റ് എ സ്ലൈറ്റ്ലി ഹയർ പൊസിഷൻ. എവിടെയാ സ്റ്റാറിനെ കാണുക? ആക്ച്വലി സ്റ്റാർ എവിടെയാ ഉള്ളത്? സ്റ്റാർ ആക്ച്വലി എവിടെയാ ഉള്ളത്? സോ ദിസ് ഈസ് അവർ ആക്ച്വൽ പൊസിഷൻ. ദിസ് ഈസ് അവർ ആക്ച്വൽ പൊസിഷൻ ആൻഡ് ദിസ് ഈസ് അവർ അപ്പാരന്റ് പൊസിഷൻ. ഇതാണ് നമ്മുടെ അപ്പാരന്റ് പൊസിഷൻ. അപ്പാരന്റ് പൊസിഷൻ മീൻസ് ദിസ് ഈസ് നോട്ട് ദ ആക്ച്വൽ പൊസിഷൻ, ഇറ്റ് ഈസ് എ വെർച്വൽ പൊസിഷൻ. അതായത് നമ്മൾ കാണുന്ന സ്റ്റാറിന്റെ പൊസിഷനാണ് അപ്പാരന്റ് പൊസിഷൻ ആൻഡ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ആക്ച്വൽ പൊസിഷൻ. ആക്ച്വൽ പൊസിഷനേക്കാളും കുറച്ചും കൂടി ഹയർ ആയിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആൻഡ് ദീസ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എയർ ആർ നോട്ട് സ്റ്റാറ്റിക്, സ്റ്റേബിൾ. അത് സ്റ്റേബിൾ അല്ല, ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റ്. അത് മാറിക്കൊണ്ട് നിൽക്കും. അതായത് മുന്നേ റെയറും ഡെൻസർ, അത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഒരിക്കലും സ്റ്റേഷനറി ആയിട്ട് നിൽക്കില്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. അതായത് ഡെൻസർ ആയത് റെയർ ആവും, ഡെൻസർ ആയത് റെയർ ആവും, റെയർ ആയ ഡെൻസർ മാറിക്കൊണ്ട് നിൽക്കും. സോ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് വിത്ത് ദി ഒബ്സർവേഴ്സ് ഐ കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. ആ എമൗണ്ട് ഓഫ് ലൈറ്റ് വരുന്ന നമ്മുടെ ഒബ്സർവറിലെ ഐയിലേക്ക് വരുന്ന ആ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഐഡിയ ക്ലിയർ ആണ് അല്ലോ? അപ്പം ഇത് നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റിന്, ഒരു ഒബ്സർവറിനെ സംബന്ധിച്ചിട്ട് ഇത് ഫ്ലിക്കർ ചെയ്യുന്നുള്ള തോന്നും. അതിന്റെ മെയിൻ റീസൺ ഡ്യൂ ടു വേരിയിങ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. ഇത് ഓർമ്മിച്ച് നോക്കണം ഈ പോയിന്റ്, വേരിയിങ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. വേരിയിങ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഓഫ് Earth's atmosphere. Earth's atmosphere is not static. സ്റ്റേഷനറി അല്ല, സ്റ്റാറ്റിക് അല്ല. അത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറിക്കൊണ്ട് നിൽക്കും. ടെമ്പറേച്ചർ, പ്രഷർ ലെവലത്തെ കാര്യങ്ങൾ മാറിക്കൊണ്ട് നിൽക്കുന്നതനുസരിച്ചിട്ട് ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസിലും ചേഞ്ച് വരും. ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾ എക്സാമിന് എഴുതേണ്ട പോയിന്റ് ഇത്രയും കാര്യങ്ങളാണ്. ദ അപ്പാരന്റ് പൊസിഷൻ എന്താണ് മനസ്സിലായല്ലോ? ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് എ സ്റ്റാർ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഓർ ഹയർ ഫ്രം ദി ആക്ച്വൽ പൊസിഷൻ ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ ഓഫ് സ്റ്റാർലൈറ്റ് ബൈ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് എക്സാമിന് എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ്, വൈ സ്റ്റാർസ് ടിംഗിൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് എഴുതേണ്ടത് ഇറ്റ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ എന്നാണ്. അതിനുശേഷം എഴുതേണ്ട പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ പറയാം. ഫസ്റ്റ് പോയിന്റ് ദിസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. അതായത് ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് കണ്ടത് ദിസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ എന്നാണ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് ആണ് ഇത് പറഞ്ഞത്. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് എ സ്റ്റാർ. ആ ഫിഗർ വരയ്ക്കുക, ആ ഫിഗറും കൂടി വരച്ച് കാണിച്ചിട്ട് ഇത് എഴുതിയ ഫുൾ മാർക്ക്. ഓക്കെ ആണല്ലോ? ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് എ സ്റ്റാർ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ ആക്ച്വൽ പൊസിഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓഫ് സ്റ്റാർലൈറ്റ് ബൈ അറ്റ്മോസ്ഫിയർ. ദിസ് അപ്പാരന്റ് പൊസിഷൻ ഈസ് നോട്ട് സ്റ്റേഷനറി. ഞാൻ പറഞ്ഞിരുന്നു, അത് എർത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് ഈ അപ്പാരന്റ് പൊസിഷനും മാറിക്കൊണ്ട് നിൽക്കും. ആൻഡ് ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ് ലൈക്ക് ഡെൻസിറ്റി, ടെമ്പറേച്ചർ എക്സെട്ര. എർത്തിന്റെ ഡെൻസിറ്റി, അതായത് റിഫ്രാക്റ്റ് ഇൻഡെക്സും മാറിക്കൊണ്ട് നിൽക്കും. അറ്റ്മോസ്ഫിയർ, ഡെൻസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ പോലത്തെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട്. ഓക്കെ ആണല്ലോ? സോ ദ പാത്ത് ഓഫ് ദ റേസ് ലൈറ്റ്, so the path of the rays of light coming from the star goes on varying slightly, right? So and the amount of light entering in our eye from a particular star increases or decreases randomly with the time. That is, it keeps on fluctuating. It keeps on fluctuating. Sometimes star appear bright and sometimes other times it appears fainter. This result in tingling of stars. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് ദിസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആണ് ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സ്റ്റാർ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഹയർ ഫ്രം ദി ഓർ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ആക്ച്വൽ പൊസിഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓഫ് സ്റ്റാർലൈറ്റ്. ആ ഫിഗർ കൂടി വരച്ചതിന് ശേഷം. ആൻഡ് ദ അപ്പാരന്റ് പൊസിഷൻ ഈസ് നോട്ട് സ്റ്റേഷനറി, ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് ദി ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് എർത്ത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സോ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം ദ സ്റ്റാർ keeps on changing or deviating, keeps on deviating. Okay ആണല്ലോ? So the amount of light entering the observer's eye fluctuates, and that's for the star sometimes appear brighter and sometimes it become fainter. This result in tingling effect. Simple ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ പ്ലാനറ്റ്സ് ഡു നോട്ട് ടിങ്കിൾ. വൈ പ്ലാനറ്റ്സ് ഡു നോട്ട് ടിങ്കിൾ. സെയിം ആണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ് എഴുതേണ്ടത്? ദിസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. പ്ലാനറ്റ്സിന്റെ കേസിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ,
വി കനോട്ട് കൺസിഡർ എ പ്ലാനറ്റ് ആസ് എ പോയിന്റ് സോഴ്സ്. നമ്മൾ സ്റ്റാറിനെ ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനാണ് നമ്മൾ പോയിന്റ് സോഴ്സ് എന്ന് പറയുക. അപ്പോൾ സ്റ്റാറിനെ സ്റ്റാർ എർത്തിന്റെ സർഫേസ് വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലേ, അപ്പം നമ്മൾ അതിനെ ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ ഈ പ്ലാനറ്റ്സ് ആർ കമ്പാരിറ്റീവ്ലി നിയർ ടു എർത്ത്. സ്റ്റാർസിനെ കമ്പയർ ചെയ്യുമ്പം പ്ലാനറ്റ്സ് എർത്തിന് അടുത്താണ്. സ്റ്റാർസിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് പ്ലാനറ്റ്സ് ആർ നിയർ ടു എർത്ത്. സ്റ്റാർസ് വളരെ ദൂരെയാണ്, പ്ലാനറ്റ്സ് അത്ര ദൂരെയാണ്, പക്ഷേ സ്റ്റാർസിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാനറ്റ്സ് അടുത്താണ്. സോ ദേ കനോട്ട് ബി കൺസിഡർഡ് ആസ് എ പോയിന്റ് സോഴ്സ്. നമുക്ക് പ്ലാനറ്റ്സിനെ ഒരു പോയിന്റ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ദേ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ കളക്ഷൻ ഓഫ് പോയിന്റ് സോഴ്സസ്. സോ നമുക്കൊരു പ്ലാനറ്റിനെ നമുക്കൊരു കളക്ഷൻ ഓഫ്, ഞാൻ ഈ ക്രോസ് ഇട്ടത് പോയിന്റ് സോഴ്സ് ആണ്, കളക്ഷൻ ഓഫ് പോയിന്റ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കളക്ഷൻ ഓഫ് എ പ്ലാനറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ കളക്ഷൻ ഓഫ് പോയിന്റ് സോഴ്സ്. പക്ഷേ സ്റ്റാറിനെ നമ്മൾ വെറും ഒരു പോയിന്റ് സോഴ്സ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഡിസ്റ്റന്റ് ആയതുകൊണ്ട്. പ്ലാനറ്റ്സിനെ ഒരു കളക്ഷൻ ഓഫ് പോയിന്റ് സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഓരോ പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഇല്ല, അത് റാൻഡം ആയിരിക്കും. ഓരോ പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ്, ഞാൻ പറയല്ലോ സ്റ്റാർ ലൈറ്റ് അപ്പിയർ ബ്രൈറ്റർ ഫെയിൻറ്റർ ആയിട്ടില്ല മാറും. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം ടോട്ടൽ എഫക്റ്റ് ഇതെല്ലാം കൂടി നള്ളിഫൈ ചെയ്യും. അതായത് ബ്രൈറ്റ് ഡാർക്ക് ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രൈറ്റും ഡാർക്ക് എല്ലാം കൂടി നള്ളിഫൈ ചെയ്തിട്ട് ടോട്ടൽ എഫക്റ്റ് വരുമ്പോൾ നമുക്ക് ആ ടിംഗ്ലിംഗ് എഫക്റ്റ് 0 ആവും. ടോട്ടൽ എഫക്റ്റ് വരുമ്പോൾ ടിംഗ്ലിംഗ് എഫക്റ്റ് എന്തായിരിക്കും? ടിംഗ്ലിംഗ് എഫക്റ്റ് ഉണ്ടാവില്ല, നോ ടിംഗ്ലിംഗ് എഫക്റ്റ്. ഐഡിയ ക്ലിയർ ആണല്ലോ. സ്റ്റാറിനെ നമ്മൾ പോയിന്റ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും, പ്ലാനറ്റിനെ കളക്ഷൻ ഓഫ് പോയിന്റ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ കളക്ഷൻ ഓഫ് പോയിന്റ് സോഴ്സിന് വരുന്ന ബ്രൈറ്റ് ഡാർക്ക് ദേ മ്യൂച്വലി ക്യാൻസൽസ് ഈച്ച് അതർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും? ടോട്ടൽ എഫക്റ്റ് എന്തായിരിക്കും? ഈ ടിംഗ്ലിംഗ് എഫക്റ്റ് ഉണ്ടാവില്ല. ഐഡിയ ക്ലിയർ ആണല്ലോ. ഇതാണ് കാര്യം. എഴുതേണ്ട പോയിന്റ്സ്, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് ഏതുണ്ട്? ദിസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. സെക്കൻഡ് പോയിന്റ്, ദ പ്ലാനറ്റ്സ് ഡു നോട്ട് ഷോ ടിംഗ്ലിംഗ്, ദ പ്ലാനറ്റ്സ് ആർ മച്ച് ക്ലോസർ ടു ദി എർത്ത്. പറഞ്ഞിരുന്നു, പ്ലാനറ്റ്സ് ആർ മച്ച് ക്ലോസർ ടു എർത്ത്. സോ അടുത്ത പോയിന്റ് ഏതാണ്ടത് ഇതാണ്. പ്ലാനറ്റ് കനോട്ട് ബി കൺസിഡർഡ് ആസ് എ പോയിന്റ് സോഴ്സ്. പ്ലാനറ്റ് നമുക്കൊരു പോയിന്റ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ കളക്ഷൻ ഓഫ് പോയിന്റ് സോഴ്സസ്. എന്നിട്ട് ഏതുണ്ടതാണ്? ദ എമൗണ്ട് ഓഫ് ലൈറ്റ് റിസീവ്ഡ് ഫ്രം ദം ഈസ് മച്ച് ഗ്രേറ്റർ. അതിൽ നിന്ന് വരുന്ന എമൗണ്ട് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. ഹെൻസ് ദ ഫ്ലക്ച്വേഷൻ കോസ്ഡ് ഇൻ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആർ നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ എമൗണ്ട് ഓഫ് ലൈറ്റ് റിസീവ്ഡ് ഫ്രം ദം. അതായത് ഈ സ്റ്റാറിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ലൈറ്റ് ടിംഗ്ലിംഗ് എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. ഒരു പ്ലാനറ്റിൽ നിന്ന് വരുന്ന എമൗണ്ട് ഓഫ് ലൈറ്റ് അതിൻ്റെ ടിംഗ്ലിംഗ് എഫക്റ്റിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടിംഗ്ലിംഗ് എഫക്റ്റ് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞല്ലോ, ഒരു കളക്ഷൻ ഓഫ് പോയിന്റ് സോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് മൊത്തം എഫക്റ്റ്, ടിംഗ്ലിംഗ് എഫക്റ്റ് മൊത്തം ക്യാൻസൽ ആയിട്ട് അതിൽ നിന്ന് വരുന്ന എമൗണ്ട് ഓഫ് ലൈറ്റ് ആ പ്ലാനറ്റിന്റെ ടിംഗ്ലിംഗ് എഫക്റ്റിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്കത് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല ടിംഗ്ലിംഗ് എഫക്റ്റ്. വളരെ സിമ്പിളാണ്. ഓക്കെ. Hence the fluctuation caused in the amount of light due to atmospheric refraction are negligible. വളരെ കുറവായിരിക്കും. Can be avoided. നമുക്കത് അവോയ്ഡ് ചെയ്യാം as compared to the amount of light received from planet. വളരെ സിമ്പിളാണ്. ഓക്കെ ആണല്ലോ. Our next topic is advanced sunrise and delayed sunset. എന്താണ് advanced sunrise or delayed sunset എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിരുന്നു. The sun is visible to us 2 minutes before actual sunrise and 2 minutes before actual sunset. അതായത് ഇപ്പൊ നമുക്ക് 6:20 നമ്മുടെ സൺറൈസ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 6:18 മുതൽ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും. 6:20 സൺറൈസ് ആണെങ്കിൽ 6:18 മുതൽ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും 2 minutes ബിഫോർ. ഇപ്പൊ 6:20 സൺസെറ്റ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 6:22 വരെ 2 minutes ആഫ്റ്റർ ആക്ച്വൽ സൺസെറ്റ്, 2 minutes ആഫ്റ്റർ ആക്ച്വൽ സൺ 6:22 വരെ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഫിഗറിന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇതാണ് റിയാലിറ്റി. അതായത് സണ്ണ് താഴേക്ക് പോവുകയാണ്, രണ്ടായാലും ഇപ്പോൾ താഴേക്ക് പോവുകയാണെങ്കിലും നമുക്ക് ഇവിടെയുള്ള സണ്ണിനെ നമ്മൾ എവിടെയാണ് കാണുന്നത്? കുറച്ച് മുകളിലായിട്ടാണ് കാണുന്നത്. ഓക്കെ ആണല്ലോ. സണ്ണ് ഇപ്പോൾ ഇത് ഹൊറൈസൺ ആണ്. ഓക്കെ, ഈ ഹൊറൈസണിൽ സണ്ണിനെ നമ്മൾ കാണുന്നതിനേക്കാളും, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്
സൺസെറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. സൺസെറ്റ് ആണെങ്കിൽ സണ്ണ് എവിടെയാണെങ്കിലും കുറച്ചുകൂടി ടൈമിലേക്ക് നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും, 2 minutes. ഓക്കെ, ഇനി സൺ റൈസ് ചെയ്യുന്ന കേസാണെങ്കിൽ സണ്ണ് എവിടെയാണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടി മുന്നേ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും, 2 minutes ബിഫോർ. ഓക്കെ ആണല്ലോ, ഇതാണ് ഐഡിയ. അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കിക്കോളൂ. ഈ ഫിഗറിൽ കാര്യം നമുക്ക് വരച്ചു വെച്ചാൽ എളുപ്പമാണ് കാര്യം. അതായത് ഇതാണ് നമ്മുടെ എർത്ത്. ഓക്കെ ആണല്ലോ, എർത്ത്. ഇതാണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ. അപ്പോൾ എർത്തിന്റെ സർഫേസിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഹൊറൈസൺ അല്ലെ. ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ ഹൊറൈസൺ എന്നല്ലേ പറയുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന ഹൊറിസോണ്ടൽ ലൈൻ ഹൊറൈസൺ. ഇപ്പൊ സണ്ണ് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചോളൂ. സണ്ണ് എവിടെയാണുള്ളത്? അപ്പോൾ സണ്ണിന്ന് വരുന്ന ലൈറ്റ് റേ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് കീപ്സ് ഓൺ ബെൻഡിങ്. അത് ബെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കും അല്ലെ. എർത്തിന്റെ സണ്ണിന്നുള്ള ലൈറ്റ് റേ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എത്തിയാൽ ഡ്യൂ ടു വേരിയിങ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്, നമ്മൾ പറഞ്ഞു എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് വേരി ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, അതുകൊണ്ട് ഇറ്റ് കീപ്സ് ഓൺ ബെൻഡിങ് ഓൺ ദി എർത്ത് അറ്റ്മോസ്ഫിയർ. സോ ഫോർ ആൻ ഒബ്സർവർ the sun is at a slightly higher position than the actual position അല്ലെ. ഒരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഈ സണ്ണ് ഇതാണ് നമ്മുടെ ആക്ച്വൽ പൊസിഷൻ. നമുക്ക് ഒരു അപ്പാരന്റ് പൊസിഷൻ സ്റ്റാറിന്റെ പറഞ്ഞ പോലെ തന്നെ സണ്ണ് നമുക്ക് കുറച്ച് മുകളിൽ കാണാൻ പറ്റും. അപ്പാരന്റ് പൊസിഷനിൽ കുറച്ച് മുകളിലേക്ക് കാണാൻ പറ്റും. ആ ടൈം ഗ്യാപ്പാണ് 2 minutes എന്ന് പറയുന്നത്. ഐഡിയ ക്ലിയർ ആണല്ലോ. സണ്ണ് ഇവിടെയാണെങ്കിൽ ആക്ച്വൽ സൺറൈസ് ആയിട്ടില്ല, ആക്ച്വൽ സൺറൈസിന് മുന്നേ തന്നെ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും ഡ്യൂ ടു ദിസ് അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ. സിമ്പിൾ ഐഡിയ ആണ്. ഓക്കെ, നോക്കിക്കോളൂ. The sun is visible about 2 minutes before actual sunrise and about 2 minutes after actual sunset because of atmospheric refraction. So our first answer first point ആണ് because of atmospheric refraction. And ഈ പോയിന്റും കൂടി അത്. With altitude, density and refractive index of air decreases. ഞാൻ പറയുന്നു ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ് കൂടുന്ന ഹൈറ്റിനനുസരിച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ദ ലൈറ്റ് റേ സ്റ്റാർട്ടിങ് ഫ്രം ദ സൺ ട്രാവൽ ഫ്രം റെയറർ ടു ഡെൻസർ ലെയർ അല്ലെ. ഇവിടുന്ന് നമ്മൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്ന് റെയറർ, ഡെൻസർ അങ്ങനെ പല ലെയേഴ്സിലേക്ക് കൂടി ട്രാവൽ ചെയ്യും. ദേ ബെൻഡ് മോർ ആൻഡ് മോർ ടുവാർഡ്സ് ദ നോർമലിലേക്ക്, റെയറിന്ന് ഡെൻസറിലേക്ക് പോകുമ്പം നോർമലിലേക്ക് ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. So for an observer on the earth, light rays appear to come from a position above the horizon. ഹൊറൈസണിൽ കുറച്ച് മുകളിലുള്ള ഹയർ പൊസിഷനിൽ, അപ്പാരന്റ് പൊസിഷനിൽ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും. സോ അറ്റ് ദാറ്റ് ടൈം ദ സൺ ആക്ച്വൽ പൊസിഷൻ ഈസ് ബിലോ ദ ഹൊറൈസൺ ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് പൊസിഷൻ അബവ് ദ ഹൊറൈസൺ. സിമ്പിൾ ഐഡിയ ആണ്. ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പാരന്റ് ഫ്ലാറ്റനിങ് ഓഫ് സൺ ഡിസ്ക് അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് സ്പെറിക്കൽ ഷേപ്പിലുള്ള സണ്ണിന്റെ ഡിസ്ക് ഒരു ഫ്ലാറ്റൻ ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്ലാറ്റൻ ചെയ്തിട്ടാണ് കാണാൻ പറ്റുക സൺറൈസ് സൺസെറ്റ് ടൈമിൽ. ഇതാണ് അപ്പാരന്റ് ഫ്ലാറ്റനിങ് ഓഫ് സൺസ് ഡിസ്ക് അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. If the sun is low above the horizon, the optical path of the light through the atmosphere is very long, and the atmosphere usually has a layered structure, different temperature gradients and pressure. Refraction of the light by these layers can cause the sun's disk to be deformed. അത് സെയിം എഴുതേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ്? This is due to atmospheric refraction. Sun rays from the sun reaches the observer's eye, undergo continuous bending before reaching the observer's eye. Okay ആണല്ലോ. ആൻഡ് ദ സൺസ് ഡിസ്ക് അപ്പിയർ ടു ബി ഡീഫോംഡ്. അത് നമ്മൾ ഡീഫോം ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ അതിൽ നിന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ശ്രദ്ധിക്കോളൂ, നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് ഒന്ന് ഡിസ്പേർഷൻ ആണ്. ഓക്കെ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്.
ഇത് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്? അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്കറിയാം പല ഗ്യാസസ് ഉണ്ട്, പല പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിലും അതേപോലെ മോളിക്യൂൾസിലും ഒക്കെ ലൈറ്റ് റേ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പം അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ആ ഡയറക്ഷൻ റാൻഡം ആയിട്ടാണ് ഉണ്ടാവുക. അബ്രപ്റ്റ് ചേഞ്ച് ആയിരിക്കും ഡയറക്ഷനിൽ ഉണ്ടാവുക. റാൻഡം ആയിട്ടുള്ള ചേഞ്ച് ഇൻ ഡയറക്ഷനും നമ്മൾ പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സ്കാറ്ററിങ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൺലൈറ്റ് പാർട്ടിക്കിളിലോ അല്ലെ ഏതെങ്കിലും മോളിക്യൂൾസിലോ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. റാൻഡം ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാറ്ററിങ്. ഓക്കെ. ഇവിടെ നോക്കോളൂ. സൺലൈറ്റ് എയറിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾ സ്ട്രൈക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷൻ റാൻഡമായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഡയറക്ഷൻസ് റാൻഡമായിട്ട് ചേഞ്ച് ചെയ്യാം. ഈ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ലൈറ്റ് നമ്മൾ സ്കാറ്റേർഡ് ലൈറ്റ് എന്ന് പറയും. സ്കാറ്റേർഡ് ലൈറ്റ്. ഓക്കെ ആണല്ലോ. അപ്പം വെൻ എ ബീം ഓഫ് ലൈറ്റ് പാസസ് ത്രൂ എ മീഡിയം ഇറ്റ് സ്ട്രൈക്സ് പാർട്ടിക്കിൾസ്. എന്തൊക്കെ പാർട്ടിക്കിൾസ് ആണ്? ഡസ്റ്റ്, എയർ മോളിക്യൂൾസ് പോലത്തെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആൻഡ് ഗെറ്റ്സ് റീഡയറക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാറ്ററിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, സ്കാറ്ററിങ്ങുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ട് എപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കളറുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. കളറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റും, വൈ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. വൈ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. ദെൻ വൈ സ്കൈ appears white during noon. നമ്മുടെ ഉച്ച സമയങ്ങളിൽ സ്കൈ എന്തുകൊണ്ടാണ് വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്? പിന്നെ വൈ സീ അപ്പിയേഴ്സ് ബ്ലൂ അല്ലെ ഗ്രീൻ. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കളറുമായിട്ട്, വൈ ഡേഞ്ചർ ഓർ സ്റ്റോപ്പ് സിഗ്നൽസ് ആർ റെഡ് ഇൻ കളർ. Danger or stop signals are red in color. അത് കളറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആൻസറിലെ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കണം? ദിസ് ഈസ് ഡ്യൂ ടു ദിസ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ദിസ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഞാൻ മുന്നേ പറഞ്ഞ 4 പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? വൈ പ്ലാനറ്റ്സ് ഡു നോട്ട് ടിങ്കിൾ, വൈ സ്റ്റാർസ് ടിങ്കിൾ, പിന്നെ നമ്മുടെ അഡ്വാൻസ് സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ്, പിന്നെ അപ്പാരന്റ് ഫ്ലാറ്റനിങ് ഓഫ് സൺ ഡിസ്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അവിടെ ഒന്നും കളറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആൻസർ എഴുതേണ്ടത് അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ ആണ്. ഓക്കെ. ഈ കളറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളുടെ ആൻസറിലെ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കണം മക്കളെ? ദിസ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഓക്കെ. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ശ്രദ്ധിച്ചോളൂ. പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ. നമ്മൾ മെയിൻ ആയിട്ടുള്ള എയറിലുള്ളത് നൈട്രജൻ ആണല്ലോ. ഓക്കെ ആണല്ലോ. നമുക്കറിയാം മെയിൻ കണ്ടന്റ് നൈട്രജൻ ആണ്. ആർ മച്ച് സ്മോളർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എയറിലെ മെജോറിറ്റി പാർട്ടിക്കിൾസും വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാളും കുറവായിരിക്കും. വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പെക്ട്രാണ്, വിബ്ജിയോറാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആണ്. ഇതിൻ്റെ വേവ് ലെങ്ത് എറൗണ്ട് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ആണ്. അല്ലെ 750, അറൗണ്ട് 750 എടുക്കാം. 400 നാനോമീറ്റർ ടു 750 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത്. നമ്മൾ വിസിബിൾ ലൈറ്റിൻ്റെ റേഞ്ച് 400 നാനോമീറ്റർ ടു 750 നാനോമീറ്റർ. ഓക്കെ ആണല്ലോ. ഇതിനേക്കാളും കുറവായിരിക്കും നമ്മളെ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ മെജോറിറ്റി പാർട്ടിക്കിൾസിൻ്റെയും വേവ് ലെങ്ത്. ഐഡിയ ക്ലിയർ ആണല്ലോ. ഓർമ്മിച്ച് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അതിൻ്റെ കൂടുതൽ ഗുണം സോ ഷോർട്ടർ വേവ് ലെങ്ത്, അതായത് ഷോർട്ടർ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതെല്ലാം ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. ഓറഞ്ച്, റെഡ് എല്ലാം ലാർജ് വേവ് ലെങ്ത് ആണ്. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. റെഡിൻ്റെ വേവ് ലെങ്ത് ലാർജ് ആണ്, വയലറ്റിൻ്റെ ഒക്കെ ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. ഓക്കെ. Shorter wavelengths like blue, violet scatter much more strongly than longer wavelength. അതായത്
ഈ വയലറ്റ് ഇൻഡിഗോ പോലത്തെ കളറിനാണ് ഫസ്റ്റ് സ്കാറ്ററിങ് നടക്കുക. അതാണ് എളുപ്പത്തിൽ സ്കാറ്റർ ആവുക. ഓക്കെ, റെഡിനൊക്കെ സ്കാറ്റർ നടക്കുന്നത് ലാസ്റ്റാണ്, അതുകൊണ്ട് അതിന് സ്കാറ്ററിങ് കുറവായിരിക്കും, റേറ്റ് ഓഫ് സ്കാറ്ററിങ് കുറവായിരിക്കും റെഡിന്. ലോവർ വേവ് മച്ച് മോർ സ്ട്രോങ്ലി ദാൻ ലോങ്ങർ വേവ് ലെങ്ത്. ഓക്കെ, റെഡിന്. സോ ദ ഇന്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്തെങ്കിലും ഞാൻ പറയാം. ഇതൊരു റാലി സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്, നിങ്ങൾ പിന്നെ പഠിക്കുമ്പോൾ. റാലി സ്കാറ്ററിംഗ് ഒരു സയൻറ്റിസ്റ്റിന്റെ പേരാണ്. അതിൽ റാലി സ്കാറ്ററിംഗ് എന്താ പറയുന്നത് വെച്ചാൽ, റേറ്റ് ഓഫ് സ്കാറ്ററിങ്ങിന്റെ റേറ്റ് അതിന്റെ ലാംഡയുടെ ഫോർത്ത് പവറിന്, വേവ് ലെങ്ത്തിന്റെ ഫോർത്ത് പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. നിങ്ങൾ ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. വേവ് ലെങ്ത് കൂടുമ്പം റേറ്റ് ഓഫ് സ്കാറ്ററിംഗ് കുറയും. ഐഡിയ ക്ലിയർ ആണല്ലോ? വേവ് ലെങ്ത് കൂടുമ്പം റേറ്റ് ഓഫ് സ്കാറ്ററിംഗ് കുറയും. അതായത് വേവ് ലെങ്ത് കൂടുതലായിരിക്കാം റെഡിനാണ്, അപ്പോൾ സ്കാറ്ററിങ്ങിന്റെ റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. വേവ് ലെങ്ത് കുറവായിരിക്കാം വയലറ്റിനാണ്, അപ്പോൾ സ്കാറ്ററിംഗ് റേറ്റ് ആർക്ക് കൂടുതലായിരിക്കും? വയലറ്റിന് സ്കാറ്ററിംഗ് റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ ഇനി പറയാൻ പറ്റും. വൈ ഡേഞ്ചർ സിഗ്നൽസ് ഓർ സ്റ്റോപ്പ് സിഗ്നൽസ് ആർ റെഡ് ഇൻ കളർ. ഐഡിയ ഇതാണ്, റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് സ്കാറ്ററിംഗ് കുറവായിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി സീൻ ഫോർ എ ലോങ് ഡിസ്റ്റൻസ്, ഫ്രം എ ലോങ് ഡിസ്റ്റൻസ്. ഒരു ലോങ് ഡിസ്റ്റൻസ് തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റും, സ്കാറ്ററിംഗ് കുറവായതുകൊണ്ട്. വയലറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ അതൊക്കെ പെട്ടെന്ന് സ്കാറ്റർ ആയി പോകില്ലേ, അപ്പം നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കാണാൻ പറ്റുമോ? ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം. ഈ റാലി സ്കാറ്ററിംഗ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണ്ട, അത് നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും, +2 പഠിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, റേറ്റ് ഓഫ് സ്കാറ്ററിംഗ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണെന്ന് അറിഞ്ഞു വെച്ചോളൂ. വേവ് ലെങ്ത് കൂടുമ്പം റേറ്റ് ഓഫ് സ്കാറ്ററിംഗ് കുറയുക ചെയ്യുക. ഓക്കെ ആണല്ലോ? കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കളർ ഓഫ് സ്കൈ ഈസ് ബ്ലൂ. വൈ കളർ ഓഫ് സ്കൈ ഈസ് ബ്ലൂ? The blue color of the sky is due to the scattering. That's our first point. Scattering of the sunlight by the molecules of atmosphere. The molecules of air have sizes smaller than the wavelength of visible light. We already പറഞ്ഞു. ഇനി അല്ല നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. അത് മെയിനായിട്ടുള്ള നൈട്രജൻ, ഓക്സിജൻ പോലത്തെ മോളിക്യൂൾസ് നമ്മുടെ എയറിൽ മെജോറിറ്റി കണ്ടന്റ് ആണല്ലോ. അവയുടെ വേവ് ലെങ്ത് ഒക്കെ നമ്മുടെ ലൈറ്റിന്റെ വിസിബിൾ ലൈറ്റിനേക്കാളും കുറവായിരിക്കും. സോ ദേ സ്കാറ്റർ ബ്ലൂ ലൈറ്റ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ബ്ലൂ ലൈറ്റ് ആണ് സ്കാറ്റർ ചെയ്യുക. ദേ സ്കാറ്റർ ബ്ലൂ ലൈറ്റ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത് മോർ സ്ട്രോങ്ലി ദാൻ റെഡ് ഓർ ലോങ്ങർ വേവ് ലെങ്ത്. അത് ഓറഞ്ച് റെഡുള്ള റീജിയനിനേക്കാളും വയലറ്റ് ഇൻഡിഗോ റീജിയനിലാണ് സ്കാറ്ററിംഗ് നടക്കുക, ഫസ്റ്റ് സ്കാറ്ററിംഗ് നടക്കുക. ഓക്കെ, സോ ദ സ്കാറ്റേർഡ് ലൈറ്റ് എൻറ്റേഴ്സ് ദ ഐ ആൻഡ് ദ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. നമ്മൾ സ്കാറ്ററേഡ് ചെയ്ത ലൈറ്റാണ് നമ്മളെ കണ്ണിലേക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ? ഏത് ലൈറ്റിനാണ് സ്കാറ്ററിംഗ് നടക്കുന്നത്? ബ്ലൂവിനാണ്. അതുകൊണ്ട് നമ്മളെ കണ്ണ് കാണുന്നത് ഏത് ലൈറ്റ് ആയിരിക്കും? ബ്ലൂ കളർ ആയിരിക്കും. സിമ്പിൾ. ഇത് തന്നെയാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിനും എഴുതേണ്ടത്. അതായത് വൈ ബ്ലൂ സി അപ്പിയേഴ്സ് ബ്ലൂ എന്നൊക്കെ ചോദിച്ചാൽ ഓക്കെ ആണല്ലോ? റെഡിഷ്നെസ് ഓഫ് സൺ അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. ഞാൻ നേരത്തെ പോയിന്റ് പറയുമ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഇതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ സൺറൈസ് സൺസെറ്റ് ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സൺ ഏകദേശം റെഡിഷ് കളറല്ലേ. സണ്ണും അതിന് ചുറ്റുള്ള അറ്റ്മോസ്ഫിയർ, സറൗണ്ടിങ്സും സ്കൈയും നമുക്കൊരു റെഡിഷ് കളറിൽ കാണാൻ പറ്റും. ഇതും റീസൺ കളറുമായിട്ട് ബന്ധപ്പെട്ട, റെഡിഷ് കളറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻസർ എഴുതാൻ പറ്റും. ഇനി നല്ല എളുപ്പമല്ലേ? ദിസ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ റെഡിഷ് കളറിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ്? റെഡിന്റെ വേവ് ലെങ്ത് ആണ്. റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലാണ് അല്ലേ? അപ്പോൾ സ്കാറ്ററിങ് കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്കാറ്ററിങ് റെഡിൽ കാണുന്നത്? കാരണം എന്താ? നമ്മൾക്ക് അറിയാം, വിബ്ജ്യൂറിലെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ? ഈ വയലറ്റിന് സ്കാറ്ററിങ്ങും ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് എല്ലാം സ്കാറ്ററിങ് കഴിഞ്ഞു പോയി. പിന്നെ സ്കാറ്ററിങ് നടക്കുന്ന ഓറഞ്ച് റെഡ് റീജിയനിൽ, റെഡ് ഓറഞ്ച് റീജിയനിൽ സ്കാറ്ററിങ് നടക്കുന്ന ടൈമിലാണ് നമുക്ക് റെഡ് ആയിട്ട് കാണുക. കാരണം എന്താ? ഈ ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ലൈറ്റ് ഹാസ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് അല്ലേ? ഇത് നമ്മുടെ എർത്ത് ആണെന്ന് വിചാരിച്ചോളൂ. ഇത് എർത്താണെന്ന് വെച്ചോളൂ. സൺറൈസും സൺസെറ്റും ടൈമിൽ സണ്ണ് ഇത് ഇവിടെ ഇങ്ങനെ ഈ പൊസിഷനിലല്ലേ ഉണ്ടാവുക അല്ലേ? ഇവിടെയല്ലേ ഉണ്ടാവുക. അപ്പൊ സണ്ണിന് കൂടുതൽ ടൈം ട്രാവൽ ചെയ്യണം.
ഏറ്റവും കുറവ് ടൈം സണ്ണിന് ട്രാവൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? നൂണിലാണ്. അറ്റ് നൂൺ സൺ ഇങ്ങനെ റിവോൾവ് ചെയ്യല്ലേ. അപ്പോൾ ഉച്ചക്കാണ്, നൂൺ ടൈമിലാണ് സണ്ണിന് ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സ്കൈ അപ്പിയേഴ്സ് വൈറ്റ്. അപ്പോൾ സ്കാറ്ററിങ് യൂണിഫോം ആയിട്ടാണ് നടക്കുക. സ്കാറ്ററിങ്, അതായത് ലൈറ്റ് ഹാസ് ടു ട്രാവൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഡ്യൂറിങ് നൂൺ, സോ ദ സ്കൈ അപ്പിയേഴ്സ് വൈറ്റ്. ഈ സൺറൈസ് സൺസെറ്റ് ടൈമിൽ ലൈറ്റിന് ട്രാവൽ ചെയ്യേണ്ടത് വളരെ കൂടുതൽ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ടർ വേവ് ലെങ്ത് എല്ലാം സ്കാറ്റേഡ് ചെയ്ത് പോകും. ഷോർട്ടർ വേവ് ലെങ്ത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എല്ലാം സ്കാറ്റേഡ് ചെയ്ത് പോയിട്ട് അവസാനം ഓറഞ്ച് റെഡ് റീജിയനിൽ സ്കാറ്ററിങ് നടക്കും. ആ ടൈമിലാണ് നമ്മൾ സണ്ണും അതിൻ്റെ സറൗണ്ടിങ്സും റെഡ് ആയിട്ട് കാണുന്നത്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ. ദ ഷോർട്ടർ വേവ് ലെങ്ത് ബ്ലൂ ലൈറ്റ് ഈസ് സ്കാറ്റേഡ് അവേ, സ്കാറ്റർ ചെയ്ത് പോയി from the observer, and the longer wavelength red light which is least scattered reaches the observer. ഏറ്റവും സ്കാറ്ററിങ് കുറഞ്ഞ റെഡ് ലൈറ്റ് ആണ് ഒബ്സർവറിന്റെ കണ്ണിലേക്ക് എത്തും. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ. നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി പറയാം. വൈ സ്റ്റോപ്പ് സിഗ്നൽസ് ആൻഡ് ഡേഞ്ചർ സിഗ്നൽസ് ആർ റെഡ് ഇൻ കളർ. നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് സ്കാറ്ററിങ് കുറവായിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി സീൻ ഫ്രം എ long distance. Okay, because of the longer wavelength red is least scattered and can reach far distance. This is due to scattering of light. Okay, ലൈറ്റിന്റെ സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ടിൻഡൽ എഫക്ട്. നമ്മളിത് 9th ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടി നമുക്ക് പറയാം. വാട്ട് ഈസ് ടിൻഡൽ എഫക്ട്? ടിൻഡൽ എഫക്ട് സിമ്പിൾ ആണ്. വെൻ ലൈറ്റ് പാസസ് ത്രൂ സർട്ടൺ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ലൈക്ക് കൊളോയിഡ്സ് പോലത്തെ സൊല്യൂഷൻസിലേക്ക് കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ. ആ ലൈറ്റ് പോകുന്ന പാത്ത് നമുക്ക് വിസിബിൾ ആവും. ഇതിനാണ് നമ്മൾ ടിൻഡൽ എഫക്ട് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റ് പാസസ് ത്രൂ എ കനോപ്പി ഓഫ് ഡെൻസ് ഫോറസ്റ്റ്. ഇപ്പം ലൈറ്റ് നമ്മൾ ഡെൻസ് ഫോറസ്റ്റിലെ ലൈറ്റ് നമ്മൾ പിക്ചറിലെല്ലാം കാണാൻ പറ്റും. അതെവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈറ്റ് നമുക്കൊരു ബീം ഓഫ് ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മളെ റൂഫിൽ, നമ്മൾ പഴയ ഓട് പോലത്തെ റൂഫിൽ അല്ല ഒരു ഹോൾ ഉണ്ടെങ്കിൽ ഒരു ലൈറ്റിന്റെ ബീം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും താഴേക്ക് വരുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ടിൻഡൽ എഫക്ട്. ഓക്കെ. സോ വെൻ എ ബീം ഓഫ് ലൈറ്റ് പാസസ് ത്രൂ കൊളോയിഡൽ സൊല്യൂഷൻസ് ദ പാത്ത് ഓഫ് ലൈറ്റ് ബിക്കം വിസിബിൾ ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡ് പാർട്ടിക്കിൾസ്. ദിസ് ഈസ് കോൾഡ് ടിൻഡൽ എഫക്ട്. ടിൻഡൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരാണ് ടിൻഡൽ എഫക്ട്. ആൻഡ് ഹിയർ the Earth's atmosphere contains air molecules, water droplets, dust, smoke, etc. Okay, when sunlight passes through the atmosphere, the path of light becomes visible due to scattering of light. എർത്തിൽ ഇതേപോലെ മോളിക്യൂൾസ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, സ്മോക്ക്, ഫോഗ് ഒക്കെ ഉണ്ടല്ലോ. ഇതിൽ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പം, കൊളോയിഡൽ പാർട്ടിക്കിൾസ് സ്ട്രൈക്ക് ചെയ്യുമ്പം അതിന്റെ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആവും. ഇതാണ് ടിൻഡൽ എഫക്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളൂ. ദ കളർ ഓഫ് ദ സ്കാറ്റേർഡ് ലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദ സ്കാറ്ററിംഗ് പാർട്ടിക്കിൾ. അതിന്റെ ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ സൈസാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്കാറ്റേർഡ് ലൈറ്റിന്റെ കളറിന്. ഏത് ലൈറ്റാണോ സ്കാറ്റർ ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. വെരി ഫൈൻ പാർട്ടിക്കിൾ സ്കാറ്റേഴ്സ് ബ്ലൂ ലൈറ്റ്. വെരി ഫൈൻ പാർട്ടിക്കിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. വേവ് ലെങ്ത്, ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനേക്കാളും കുറഞ്ഞ പാർട്ടിക്കിൾസ് ബ്ലൂ ലൈറ്റ് സ്കാറ്റർ ചെയ്യും. ഓക്കെ. ലാർജർ പാർട്ടിക്കിൾ സ്കാറ്റർ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ലൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കൊളോയിഡ്സിലേക്ക് കൂടി പോകുമ്പോൾ ഇതിന്റെ പാത്ത് നിങ്ങൾക്ക് വിസിബിൾ ആകുന്നുണ്ടോ? ഇത് ട്രൂ സൊല്യൂഷൻ ആണ്, അതുകൊണ്ട് പാത്ത് വിസിബിൾ ആവില്ല. കൊളോയിഡ്സിലേക്ക് കൂടി പോകുമ്പോൾ പാത്ത് വിസിബിൾ ആവും. ഇവിടെ നിങ്ങൾക്ക് പാത്ത് വിസിബിൾ ആകുന്ന കാണാൻ പറ്റും. ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് ടിൻഡൽ എഫക്റ്റ്. ഓക്കെ. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ 10th CBSEയുടെ മൊത്തം ഫിസിക്സ്, കെമിസ്ട്രി മൊത്തം ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.